ഓപ്ഷനാണ് ഏറ്റവും എളുപ്പമുള്ളത്. രണ്ടാമതുള്ള ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്തത്. അതായത് അഹമ്മദാബാദ്, ഗുജറാത്ത് വഴി രാജസ്ഥാനിലേക്ക് കയറാറുള്ളത്. എങ്ങനെ എന്റെ യാത്ര അഹമ്മദാബാദ് കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, രാജസ്ഥാൻ സ്റ്റാർട്ട് ചെയ്തത് അജ്മീറിൽ വെച്ചിട്ടാണ്. ഇതില് അജ്മീറിൽ പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അജ്മീർ അജ്മീർ എന്ന് പറയുമ്പോൾ ഇല്ല, അജ്മീർ ഞങ്ങൾ പോയില്ല സാർ. അജ്മീർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു പിൽഗ്രിമേജ് സെന്ററിനപ്പുറം എന്താ പറയാ, ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു സിമ്പലും കൂടിയാണ് അജ്മീർ എന്ന് പറയുമ്പോൾ. കാരണം ആ ഒരു പേര് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിലേക്ക് വരും കൂടി എല്ലാ മതക്കാരും സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അജ്മീർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അജ്മീറിലേക്ക് അഹമ്മദാബാദിന് ഏകദേശം ഒരു 7-8 മണിക്കൂർ യാത്രയാണുള്ളത്. അതായത് ഏകദേശം ഒരു 500 കിലോമീറ്റർ ദൂരമുണ്ട് അഹമ്മദാബാദ്, ഗുജറാത്ത്. അജ്മീറിൽ വെച്ചിട്ടാണ് എന്റെ രാജസ്ഥാൻ ട്രിപ്പ് ഈ വർഷം ആരംഭിക്കുന്നത്. ഐ മീൻ ഈ ലാസ്റ്റ് ട്രിപ്പ്. സോ അജ്മീർ അവിടെ പോയി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ദർഗ എന്ന് പറയുമ്പോൾ. അജ്മീർ ദർഗ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ മതസ്ഥരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. സോ അങ്ങനെ അജ്മീർ ദർഗയിൽ പോയി. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ അജ്മീർ ദർഗയിൽ അന്ന് വലിയൊരു കവാലി നടക്കുന്നുണ്ട്. കവാലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മൾ ഈ കുൻഫയക്കു എന്ന് പറയുന്ന ഒരു പാട്ടിലില്ലേ, അതുപോലെ തന്നെ സോറി കവാലി. സോ കവാലി എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ളത്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ ഒരു 3 രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ കവാലി നടക്കുന്നത്. ഇതില് ഈ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഉത്ഭവിച്ചത് കവാലി എന്ന് പറയുന്ന ഈ ഒരു ആർട്ട്. നമ്മൾ ഈ കലോത്സവങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ദഫിന്റെ കൂടെ തന്നെ ദഫ്, അർബനമുട്ട്, കവാലി. സോ കവാലി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ തന്നെ അജ്മീറിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് 2021 അജ്മീറിൽ പോയപ്പോ എനിക്ക് അക്ബർ ഖാൻ എന്ന് പറയുന്ന സിംഗറിനെ അറിയുണ്ടാവുമല്ലോ, അക്ബർ ഖാൻ, നമ്മളെ കേരളത്തിൽ തന്നെ ഉള്ള അദ്ദേഹം അവിടെ വന്ന് കവാലി പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അജ്മീർ എന്ന് പറയുമ്പോൾ അങ്ങനെ പല ആൾക്കാരും, പല സെലിബ്രിറ്റീസും വന്നിട്ട് അവിടെ കവാലി പെർഫോം ചെയ്യും, അതിൽ പങ്കെടുക്കും. സോ കവാലി നമ്മൾ പങ്കെടുക്കുന്നതിനിടയിൽ അവര് ചെറിയ മധുര പലഹാരങ്ങളും കൂടി നമ്മൾക്ക് തരും. പിന്നെ അതുപോലെ തന്നെ അജ്മീറിൽ ഫേമസ് ആണ് അവിടുത്തെ ബിരിയാണി എന്ന് പറയുമ്പോൾ. അവിടുത്തെ മട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അജ്മീറിന്റെ ദർഗന്റെ ഓപ്പോസിറ്റ് മുഴുവനും ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് സ്റ്റാൾസ് ആണ്. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. മാത്രമല്ല അവിടുത്തെ മധുരം എന്ന് പറയും, അജ്മീരിൽ മാത്രം കിട്ടുന്ന ചില മധുരങ്ങളുണ്ട്. അജ്മീരി കാലാക്കണ്ട് എന്ന് പറയാം മധുരം, കാലാക്കണ്ട്. അത് രാജസ്ഥാന്റെ തന്നെ എന്താ പറയാ ഏറ്റവും ഫേമസ് ആയ ഒരു മധുരം കൂടിയാണ് കാലാക്കണ്ട്. സോ അങ്ങനത്തെ കുറെ മധുരങ്ങളും അതുപോലെ തന്നെ ലസ്സി, അവിടെ അജ്മീറിൽ പലതരത്തിലുള്ള ലസ്സികൾ കിട്ടും. അതൊക്കെ കഴിച്ച് അവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഉദയ്പൂരിലേക്ക് പോയി. ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങള്, ദ സിറ്റി ഓഫ് പാലസ് അല്ലെങ്കിൽ സിറ്റി ഓഫ് ലേക്സ്, തടാകങ്ങളുടെ നഗരം എന്ന് കൂടിയാ പറയും. അതായത് ഒരു കാലത്ത് 1950 വരെയല്ലോ ബ്രിട്ടീഷ് സെറ്റിൽമെന്റ് ആയിരുന്നു ഉദയ്പൂർ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ബ്രിട്ടീഷ് വാസ്തുശില്പി കാണാൻ പറ്റും, വാസ്തുശില്പി ശൈലി. മാത്രമല്ല അവിടെ നിന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലായ താജ് പാലസ്, അതായത് താജ് ലേക്ക് പാലസ് എന്നാ പറയാ. ഒരു ദിവസം അവിടെ താമസിക്കാൻ 1 ലക്ഷം രൂപ വരെ വാങ്ങുന്ന ഒരു ഹോട്ടലുണ്ട്. സോ അതിന്റെ ചുറ്റും ആണ് ഈ ഉദയ്പൂരിലെ പാലസ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് ഈ രാജഭരണകാലത്ത് ഉണ്ടാക്കിയ കുറെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ കോട്ടകളും അങ്ങനെ പല കാര്യങ്ങളും കാണാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും റൊമാൻറ്റിക് സിറ്റി എന്ന് വിളിക്കുന്നതും ഈ ഒരു ഉദയ്പൂരിനെയാണ്. സോ ഉദയ്പൂർ കണ്ടു. ഉദയ്പൂരിൽ നിന്ന് അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ ദൂരം മാത്രമാണ് ചിറ്റോഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ രാജസ്ഥാനിലെ പല ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ ചിറ്റോഗഡ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ചിറ്റോഗഡ് ഫോർട്ട്. അതായത് ഈ ചിറ്റോഗഡ് ഫോർട്ട് എന്ന് പറയുന്നത് ചിറ്റോഗഡ് ജില്ലയിലാണ്. സോ ഈ രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ജില്ലയുണ്ട്. അതായത് ഒരു കൊല്ലം മുമ്പാണ് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും 33 ജില്ലയാണ്. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 17 ജില്ലയും കൂടി രാജസ്ഥാനിൽ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ടോട്ടൽ ഇപ്പൊ 50 ജില്ലയുണ്ട് രാജസ്ഥാനിൽ. സോ ഈ ഒരു ഓരോ ജില്ലയും നമുക്ക് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈസി അല്ല. കാരണം അത്രപ്പാട് സമയം വേണ്ട ഒരു രാജസ്ഥാൻ മുഴുവൻ കണ്ടുതീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഏകദേശം വിസിറ്റ് ചെയ്ത് ഏകദേശം ഒരു 17-18 ജില്ലകളാണ് രാജസ്ഥാന്റെ ടോട്ടലി ഞാൻ വിസിറ്റ് ചെയ്തത്. ഇനിയും എന്താ പറയാ ഈ 30-ഓളം ജില്ല, 30-32 ജില്ല കാണാൻ ബാക്കിയുണ്ട്.
അപ്പൊ ഉദയ്പൂര്, ചിറ്റോഗഡ് എന്ന് പറയുമ്പോൾ ഈ കോട്ട എന്ന് പറയുമ്പോൾ 700 ഏക്കറും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 691 ഏക്കറാണ് ഈ ചിറ്റോഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. രാജസ്ഥാൻ ഏറ്റവും ഭംഗിയാക്കുന്നത് അവിടുത്തെ പടുകൂറ്റൻ മലയോര കോട്ടകൾ തന്നെയാണ്. പിന്നെ അവിടുത്തെ രജപുത്ര ആർക്കിടെക്ചറിൽ നിർമ്മിച്ച കൊട്ടാരങ്ങളും അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ഛത്രീസ്, ഹവേലീസ് അതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ. അങ്ങനെ ചിറ്റോഗഡ് വിട്ടതിന് ശേഷം നമ്മുടെ രാജസ്ഥാന്റെ രാജധാനി അഥവാ തലസ്ഥാനം ജയ്പൂരിലേക്ക് എത്തി. ജയ്പൂരിനെ വിളിക്കൽ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. കാരണം 1876 അതിനുശേഷം, അതായത് നമ്മളെ മഹാരാജ സവായ് ജയ്സിംഗ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷുകാരനായ എഡ്വാർഡ് ചക്രവർത്തി ഇന്ത്യയിൽ വരുന്നതിന്റെ ഒരു ആദരവ് സൂചകമായിട്ടാണ് ഈ പിങ്ക് കളർ എല്ലാ ബിൽഡിങ്ങിനും അടിച്ചത് അവിടുത്തെ. സോ ആ ഒരു നഗരത്തിനെ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാം. സോ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ജയ്പൂരിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ജയ്പൂരിന്റെ ഒരു മുഖച്ഛായ അല്ലെങ്കിൽ ജയ്പൂരിന്റെ ഒരു ഐക്കോൺ എന്ന് പറയുന്നത് തന്നെ ഹവാമഹലാണ്. അതായത് മഹാറാണ പ്രതാപ് സിംഗിന്റെ കാലത്താണ് 1799 ഈ ഒരു ഹവാമഹൽ നിർമ്മിച്ചത്. ഹവാമഹൽ എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡോ ഇസ്ലാമിക്കും അതുപോലെ തന്നെ രജപുത്ത് രാജസ്ഥാനി ആർക്കിടെക്ചറിന്റെ ഒരു മിക്സ്ചറാണ് ഈ ഹവാമഹലിന്റെ തൊട്ടടുത്താണ് ഈ ജന്തർ മന്ദർ എന്ന് പറയുക. അതായത് ബഹിരാകാശപരമായിട്ടുള്ള പല ഗവേഷണങ്ങളും അതുപോലെ തന്നെ 1727 ഈ ജന്തർ മന്ദർ സ്ഥാപിച്ചത്. ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സംസ്കൃത വാക്കം, ജന്തർ മന്ദർ. ജാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഷർ, മാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്, അതായത് കാൽക്കുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് അർത്ഥം, അഥവാ കണക്ക് കൂട്ടുന്ന യന്ത്രങ്ങൾ എന്നാണ് അർത്ഥം. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാം, നിഴൽ ഉപയോഗിച്ചിട്ട് സമയം പറയുന്നതിനെ കുറിച്ച് പഠിക്കാം. അങ്ങനെ പല എന്താ പറയാ ബഹിരാകാശപരമായിട്ടുള്ള അപ്ലിക്കേഷൻസും പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജന്തർ മന്ദർ എന്ന് പറയുമ്പോൾ. സോ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ രാജസ്ഥാന്റെ യെസ്, നമ്മുടെ ഡൽഹിയിലെ ജന്തർ മന്ദർ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലെ ജന്തർ മന്ദർ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇന്ത്യയിലെ 5 ജന്തർ മന്ദർ ഉള്ളത് ന്യൂഡൽഹി, ഉജ്ജയിന്, വാരണാസി, മധുര ആൻഡ് ജയ്പൂർ. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത് ജയ്പൂർ ജന്തർ മന്ദറും. 19 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലുത് ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരണാസി പിന്നെ ജയ്പൂർ. സോ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കാണാനുള്ളതും ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതും ഏറ്റവും വലുതും ആയിട്ടുള്ളത് ജയ്പൂര് ജന്തർ മന്ദർ തന്നെയാണ്. ഈ ജയ്പൂര് ജന്തർ മന്ദർ എന്ന് പറയുമ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. യുനെസ്കോന്റെ പൈതൃക പട്ടികയിലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ജയ്പൂരിലെ ജന്തർ മന്ദർ എന്ന് പറയുമ്പോൾ. മാത്രമല്ല ഈ ജന്തർ മന്ദർ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്. സിനിമ ഷൂട്ടിങ്ങുകൾ നടന്നൊരു സ്ഥലം കൂടിയാണ് ജന്തർ മന്ദർ എന്ന് പറയുമ്പോൾ. അവിടെ നമുക്ക് പഴക്കം ചെന്ന ആസ്ട്രോ ലാബുകളൊക്കെ കാണാൻ പറ്റും. ആസ്ട്രോ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ കപ്പൽ യാത്രക്കാർ കപ്പിത്താന്മാർ യൂസ് ചെയ്ത, അതായത് ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ് ആസ്ട്രോ ലാബ്. ഈ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ടു മെഷർ അല്ലേ? ടു കാൽക്കുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് അർത്ഥം വരും. ജാന്തർ ഓർ മാന്തർ. ജാന്തർ അർത്ഥം ഏത്? ജന്തർ മന്ദറിന്റെ അർത്ഥം കാൽക്കുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ജന്തർ മന്ദറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സിറ്റി മഹൽ പാലസ് പറയുന്നത്. സിറ്റി മഹൽ പാലസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരാൾക്ക് 450 രൂപ വരാം അതിൽ കയറാൻ വേണ്ടിയിട്ട്. എക്സ്പെൻസീവ്, ജയ്പൂരിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ടൂറിസ്റ്റ് സ്പോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി മഹൽ പാലസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പല ആൾക്കാരും അത് സന്ദർശിക്കാൻ മടിയായിരുന്നു. ഈവൻ ഈ 5-6 ആൾക്കാർ അടങ്ങുന്ന ഫാമിലിക്കാണെങ്കിൽ ഏകദേശം 2800 രൂപ അതിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റിന് മാത്രം കാണേണ്ടി വരും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്തായാലും കയറേണ്ട ഒരു സംഭവമാണ് സിറ്റി മഹൽ പാലസ്. അതിൻ്റെ ഉള്ളിൽ പഴയ ഹോള് കാണാൻ പറ്റും, അതായത് രാജാക്കന്മാർ ഇരുന്ന ഹോള്. അവിടെ അതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഹോളിൽ കയറാൻ എക്സ്ട്രാ 2000 രൂപയും കൂടി കൊടുക്കണം. ഈ സിറ്റി മഹൽ പാലസിന്റെ ഏറ്റവും ഉള്ളിലുള്ള റോയൽ ഹാൾ എന്ന് പറയും. അവിടെ ഈ വെഡിങ് ഫോട്ടോഷൂട്ട്സ് എല്ലാം നടക്കുന്നുണ്ട്, വീഡിയോഗ്രാഫി എല്ലാം നടക്കുന്നുണ്ട്. അതായത് അതിന് അനുസരിച്ചിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പല സ്ത്രീകളും അവിടെ വന്നിട്ട് വീഡിയോ റീല് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരും. ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മോണുമെന്റ്സ് ഏറ്റവും കൂടുതൽ ഭംഗി ഈ ലേഡീസിനാണ്. കാരണം അവർ ആ ഒരു ഡ്രസ്സിങ്ങും പിന്നെ ആ ഒരു മോണുമെന്റിന്റെ കളറും റിഫ്ലക്ട് ചെയ്തത് ഭയങ്കര രസമുണ്ടാവും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ.
സോ അതിനുശേഷം അമർ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ജയ്പൂരിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന കോട്ടയാണ് അമർ ഫോർട്ട്. അതിനുശേഷം ജായ്ഗഡ് ഫോർട്ട്, നഹാർഗഡ് ഫോർട്ട്, അങ്ങനെ ഓരോ മലയോര കോട്ടകളിലേക്ക് പോകാൻ പറ്റും. സോ ജയ്പൂര് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളുടെ ഗോൾഡൻ സിറ്റി സോനനഗരി എന്ന് പറയുന്ന ജയ്സാൽമീറിലേക്കാണ് പോകുന്നത്. ജയ്സാൽമീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 38,000 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് ജയ്സാൽമീർ. അതായത് കേരളത്തിന്റെ സൈസ് ഉണ്ട് ഈ ജയ്സാൽമീർ. ജയ്സാൽമീർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു ജില്ലയാണ്, പക്ഷെ അത് കേരളത്തിന്റെ സൈസാണ് ഈ ഒരു ജയ്സാൽമീർ. ജയ്സാൽമീർ എന്ന് പറയുന്നത് താർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അതായത് വളരെ ചെറിയൊരു ഏരിയ മാത്രമേ അവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത്. പലയിടത്തും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂല, അതായത് ഹെവി ടെമ്പറേച്ചർ കാരണം. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയം പോയെങ്കിൽ 6 ഡിഗ്രി 7 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ജയ്സാൽമീറിന്റെ കാലാവസ്ഥ. അതായത് തണുത്തിന് നമുക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് നിൽക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഏപ്രിൽ സമയം പോയില്ലെങ്കിൽ നിങ്ങൾ AC റൂമിൽ തന്നെ ഇരിക്കാൻ വേണ്ടി തോന്നും. കാരണം അമ്മാതിരി ചൂടാണ്. 50-52 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പോകും. പിന്നെ തണുപ്പാണെങ്കിൽ 5-6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ ഉണ്ടാകുന്ന സമയം ഏകദേശം ഒരു 7-8 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രി ആകുമ്പോൾ നല്ലോണം കുറയും. ഉച്ചക്ക് തന്നെ ഒരു 12 ഡിഗ്രി 13 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്, ടെമ്പറേച്ചർ. അതായത് നമുക്ക് ചൂടെടുക്കൂല, വെയിലത്ത് നിന്നാൽ പോലും ചൂടെടുക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ ജയ്സാൽമീർ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ജയ്സാൽമീർ എന്ന് പറയുന്നത്. ഞാൻ ഇന്ത്യയിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്സാൽമീർ ആയിരുന്നു. കാരണം അവിടുത്തെ ഒരു ആർക്കിടെക്ചർ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗോൾഡൻ കളർ മാത്രമേ കാണാൻ പറ്റൂ. കാരണം അവിടെ യെല്ലോ സാൻഡ് സ്റ്റോൺ, ഈ ഒരു മഞ്ഞ കല്ലാണ് അവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് അവിടുത്തെ വീടുകളായിക്കോട്ടെ എല്ലാം നമുക്ക് ആ ഗോൾഡൻ കളർ മാത്രമേ കാണാൻ പറ്റൂ. സോ അതുകൊണ്ടാണ് അവിടെ ഗോൾഡൻ സിറ്റി സോനനഗരി എന്ന് പറയുന്നത്. ഈ രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വേറെ ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റൊരു സംഭവമാണ്. അവിടെ 5 നഗരങ്ങൾക്ക് കളർ സ്കീമിലാണ് അവർ നിർമ്മിച്ചത്. ജയ്പൂർ പിങ്ക് സിറ്റി, ജയ്സാൽമീർ ഗോൾഡൻ സിറ്റി, ഉദയ്പൂർ വൈറ്റ് സിറ്റി, ബിക്കാനീർ റെഡ് സിറ്റി ആൻഡ് ജോധ്പൂർ ബ്ലൂ സിറ്റി. അതായത് 5 നഗരത്തിന് കളറുകളുണ്ട്. സോ അങ്ങനെ ഇതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റില്ല മൊറോക്കോല. പക്ഷെ മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ടോട്ടൽ 3 കളർ സ്കീമേ ഉള്ളൂ. ഷെഫ്ഷാഹോ എന്ന് പറയും, അത് ബ്ലൂ സിറ്റി, മറാക്കഷ് റെഡ് സിറ്റി, കസാബ്ലാങ്ക വൈറ്റ് സിറ്റി. പക്ഷെ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്, ഇതിൽ 5 കളർ സ്കീമാണ്. സോ രാജസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സംഭവം, ഈ ഒരു ടൂറിസം ഇൻഡെക്സ് നോക്കിയെങ്കിൽ രാജസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര മുന്നിലേക്ക് ഒരു സംഭവമാണ്. അതായത് ഇന്ത്യയിലെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ കാണാനുള്ള ഒരു സ്റ്റേറ്റ് ഒന്ന് രാജസ്ഥാൻ തന്നെയാണ്. മാത്രമല്ല രാജസ്ഥാന്റെ ഒരു ട്രഡീഷണൽ ഗ്രീറ്റിംഗ്സ് ആണ് പദാരോ മാരെ ദേശ്, വെൽക്കം ടു അവർ ലാൻഡ് എന്നാണ് അവരെ ഒരു അപ്തവാക്യം എന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചാബിന്റെ ഉണ്ടല്ലോ ദ ഇന്ത്യ ബിഗിൻസ് ഹിയർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിനുണ്ടല്ലോ UP നഹി ദേക്ക ഇന്ത്യ നഹി ദേക്ക, അതായത് UP കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ കണ്ടിട്ടില്ല. സോ അതേപോലെ ഓരോ സ്റ്റേറ്റിനും ഓരോ ടൂറിസം ടാഗ് ലൈൻ ഉണ്ട്. സോ അതുപോലെ രാജസ്ഥാൻ്റെത് പദാരോ മാറേ ദേശ്, വെൽക്കം ടു അവർ ലാൻഡ്. അങ്ങനെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ആ ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെ സ്റ്റേ അടിച്ചു. സോ രാജസ്ഥാനിലെ ഈ ഒരു ജയ്സാൽമീർ ഫോർട്ട് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. മാത്രമല്ല ലിവിംഗ് ഫോർട്ടും കൂടിയാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ. അതായത് അതിന്റെ ഉള്ളിൽ വീടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറന്റ്, റിസോർട്ട്സ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചെറിയൊരു ഷോപ്പുകൾ ഉണ്ടാവും, തെരുവിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടാവും, മ്യൂസീഷ്യൻസ് ഉണ്ടാവും, സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ടാവും, കാഫേസ് ഉണ്ടാവും. സോ അതിനൊരു എൻട്രൻസ് എന്നോ ഒരു ഇതൊന്നും എക്സിറ്റ് ഒന്നും ഇല്ല. അതിന് എപ്പം വേണമെങ്കിലും കയറാം, എപ്പം വേണമെങ്കിലും പുറത്തിറങ്ങാം. അതാണ് ലിവിംഗ് ഫോർട്ട്. അങ്ങനെ ലോകത്ത് ഒരു ലിവിംഗ് ഫോർട്ട് എന്ന് മെയിനായിട്ട് പറയുന്നുള്ളൂ, അത് ജയ്സാൽമീർ ഫോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ബോർഡറാണ്. ഞാൻ അവിടുന്ന് പാകിസ്ഥാൻ ബോർഡറിലേക്ക് ബൈക്ക് എടുത്തിട്ടാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. താനോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. സോ ഈ ഒരു താനോട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ 121 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ജയ്സാൽമീർ ഫോർട്ട് ഇതെന്ന് പറഞ്ഞാൽ സിറ്റിയിലാണ്. ജയ്സാൽമീർ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 8-10 കിലോമീറ്റർ റേഡിയസ് അത്രേ ഉള്ളൂ ജയ്സാൽമീർ സിറ്റി. ബാക്കി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമപ്രദേശങ്ങളും നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളും പിന്നെ അതുപോലെ തന്നെ ബോർഡറിലേക്ക് പോകുന്ന റൂട്ടുകളും മരുഭൂമികളും താർ ഡെസേർട്ടാണ്. സോ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ തീരെ ജനവാസങ്ങളില്ല, ഇതില്ല, മനുഷ്യന്മാരില്ല. അതായത് നമ്മൾ ബോർഡറിലേക്ക് എന്ന് പറയുമ്പോൾ പക്ഷെ ഒരു സംഭവം ഉണ്ട്, 121 കിലോമീറ്റർ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. 121 കിലോമീറ്റർ, കാരണം അത്രയും വൈഡ് റോഡാണ്. അത്ര അടിപൊളി റോഡ് ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല ഇന്ത്യയിൽ. അത്ര അടിപൊളി റോഡ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയും.
കാരണം അത്രയും സ്മൂത്ത് ആണ്. അതായത് നമ്മൾ ഇവിടുത്തെ 2 ലൈൻ എന്ന് പറയുന്നത് അവിടെ 1 ലൈൻ പോലും ആവില്ല, അത്രയും വീതി ഉണ്ട് റോഡിന്. മാത്രമല്ല അത്രയും സ്പീഡിലാണ് അവിടുത്തെ വണ്ടി പോവാ. അങ്ങനെ ഞാൻ ബൈക്ക് എടുത്തു. ബൈക്ക് റെന്റിന് കിട്ടുന്ന സ്ഥലമുണ്ട് എനിക്ക്, അവിടെ പോയി ശീലമുണ്ടായിക്കൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ അയാളെ കെയർ ഓഫിലാണ് ഞാനിപ്പോ വണ്ടി എടുക്കല, അയാളെ ഷോപ്പിൽ നിന്ന് എടുക്കുക. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തുച്ഛമായ വിലയിൽ ബൈക്ക് എപ്പോഴും തരും. സോ ആ ബൈക്ക് എടുത്തിട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ പാകിസ്ഥാൻ ബോർഡർ എത്തിന്. 121 കിലോമീറ്റർ 2.5 മണിക്കൂർ മീൻസ് അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനും പിന്നെ അതിൻ്റെ ഇടയിൽ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അത്യാവശ്യം ഒരു മെല്ലെ പോയിട്ടുള്ളൂ. എന്നിട്ട് 2.5 മണിക്കൂർ അത്ര എടുത്തിട്ടുള്ളൂ 121 കിലോമീറ്റർ. നമ്മളെ നാട്ടിൽ നിന്ന് 121 കിലോമീറ്റർ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. സോ അവിടെ ഈ കാറ് പോകുന്ന തന്നെ ഏകദേശം ഒരു 110, 120, 130 ആ ഒരു സ്പീഡിലാണ് പോകുന്നത്. കാരണം അത്രയും സ്മൂത്ത് ആണ് വണ്ടി. അങ്ങനെ ബോർഡറിൽ പോയി, ബോർഡർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. കാരണം പക്ക എന്താ പറയാ ഒരു ഗ്രാമീണ ഭംഗിയെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റാം. അങ്ങനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് ശേഷം നേരെ കുൽദറ എന്ന് പറയുന്ന ഒരു പ്രേത നഗരം, ഗോസ്റ്റ് വില്ലേജിലേക്ക് പോയി. പ്രേത നഗരം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട നഗരം എന്നർത്ഥം. 13-ാം നൂറ്റാണ്ടിൽ പാൽവാലി ബ്രഹ്മിൻസ് എന്ന് അവിടെ താമസിച്ചത്, പാലി ഡിസ്ട്രിക്റ്റിൽ വന്നത്. സോ ആ ഒരു നഗരത്തിൽ പോയി, അവിടെ മനുഷ്യന്മാരില്ല. പിന്നെ അവിടെ ഈ പ്രേതശല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒരു പഴം കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഗോസ്റ്റ് വില്ലേജ് എന്നും കൂടി വിളിക്കുന്നത്. അവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല. പിന്നെ ഏകദേശം ഒരു 6 മണിക്ക് ശേഷം അവിടെ ബാനം, അവിടെ കയറിക്കൂടാന്ന് പറയും. പിന്നെ എനിക്ക് ഇന്നേവരെ അവിടെ ഒരു പാരാനോർമൽ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ അവിടെ 8 തവണ പോയിട്ടുണ്ട്. സോ ഈ ഒരു കുൽദറ എന്ന് പറയുന്ന ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കുൽദറ ഗോസ്റ്റ് വില്ലേജിന് ശേഷം പിന്നീട് ഞാൻ സന്ദർശിച്ചത് സോനു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. സോ ഈ ഒരു സോനു എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിൻഡ് എനർജിയിൽ ഇലക്ട്രിസിറ്റി ആക്കുന്ന ഒരു ഗ്രാമം സോനു എന്ന് പറയുന്നത്. അവിടെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന റൂട്ടിലാണ്. സോ ഈ ഒരു സോനു എന്ന് പറയുന്ന വില്ലേജിൽ പോയാലാണ് എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. അവിടുത്തെ രാജസ്ഥാൻ പോലീസ്, ജയ്സാൽമീർ പോലീസ് അവിടെ ഭക്ഷണത്തിന് വിളിച്ചു, ഉച്ചഭക്ഷണത്തിന്. സോ അവരുടെ അങ്ങനെ ഭക്ഷണം കഴിച്ച് അവിടുന്ന് നേരെ പിന്നെ ലൊദർവ എന്ന് പറയുന്ന ഒരു ജൈന മതക്കാരുടെ ഒരു ഗ്രാമത്തിൽ പോയി, ലൊദർവ ജൈൻ ടെമ്പിൾ. സോ ആ ഒരു ജൈന ക്ഷേത്രം അവിടുന്ന് വിസിറ്റ് ചെയ്തു. സോ ഈ ഒരു ജൈന ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനിൽ ആ ഒരു ജയ്സാൽമീറിൽ ഏറ്റവും കൂടുതൽ ജൈന മതക്കാരുള്ളതും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജൈൻ ടെമ്പിളും കൂടിയാണ് ഈ കാണുന്ന ഈ ലൊദർവ ജൈൻ ടെമ്പിൾ. സോ അവിടുന്ന് ലൊദർവ ജൈൻ ടെമ്പിളിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ ജയ്സാൽമീർ കോട്ടയിലേക്ക് വന്നു. ജയ്സാൽമീർ കോട്ടന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് പല സുവനീർ പ്രൊഡക്ട്സ് കിട്ടും. നമ്മൾ ഈ പഴയ കളക്ഷൻസ് നമ്മൾ കാണുന്നില്ലേ, സോ അങ്ങനത്തെ കുറെ കളക്ഷൻസ് നമുക്ക് അവിടെ ജയ്സാൽമീർ കോട്ടന്റെ ഉള്ളിൽ കിട്ടും. അതായത് ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ജയ്സാൽമീർ ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജയ്സാൽമീർ 2 ദിവസം കറങ്ങി. അവിടുന്ന് പിന്നെ പൊക്രാനിലേക്ക് പോയി. പൊക്രാൻ എന്ന് പറയുമ്പോൾ ജയ്സാൽമീർ ജില്ലയിലാണ്. 1974 മെയ്യില് ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ 1998 സ്മൈലിംഗ് ബുദ്ധൻ ചിരിക്കുന്നു. സോ ആ ഒരു പൊക്രാനും കൂടി കഴിഞ്ഞ് നേരെ പിന്നെ ബ്ലൂ സിറ്റി ഓഫ് ഇന്ത്യ ജോധ്പൂർ എന്ന് പറയുമ്പോൾ ചോദിച്ചോട്ടെ, യെസ്, സോറി ടു ഇന്ററപ്റ്റ്. ഈ മറ്റേ പൊക്രാൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് കംപ്ലീറ്റ്. മരുഭൂമി. അപ്പൊ അവിടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മറ്റേ റിഫ്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ? പൊക്രാൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ജയ്സാൽമീറിന് ഒരു 100-110 കിലോമീറ്റർ. അതായത് നമ്മൾ ജയ്സാൽമീറിലേക്കുള്ള യാത്രക്കിടയിൽ ആ ഒരു നഗരം കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ടൗണേ ഉള്ളൂ ജയ്സാൽമീർ. ജയ്സാൽമീർ എന്ന് പറയുമ്പോൾ ആ ഒരു ഈ പൊക്രാൻ എന്ന് പറയുന്നത് ആകെ ആ ഒരു ടൗൺ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. അതായത് പൊക്രാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് പൊക്രാൻ ഫോർട്ട്, കോട്ട എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ കോട്ട ഒന്നല്ല. ആ കോട്ടയിലാണ് ഈ ബേസ് ആയിട്ട് ഇവര് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ DRDO, ഡിഫൻസ് റിസർച്ച്. സോ അവര് ഈ ഒരു കോട്ടയാണ് അവരെ ബേസ് ആയിട്ട് ഈ സ്മൈലിംഗ് ബുദ്ധ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്തത്. ആ ഒരു ഏരിയയിൽ കുറച്ച് ചെറിയ പീടികകൾ കാണാൻ പറ്റും, ചെറിയ പീടികകളും 1-2 ഹോട്ടൽസും കാണാൻ പറ്റും. സോ അവിടെ നിങ്ങൾ റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഫുഡും കിട്ടൂല. കാരണം അങ്ങോട്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഡെസേർട്ടായി, സാർ പറഞ്ഞ പോലെ തന്നെ. പിന്നെ രാജസ്ഥാന്റെ ഈ ജയ്സാൽമീറിനെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എത്തിക്കാൻ ഈ പാകിസ്ഥാൻ ബോർഡറിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പെട്രോൾ പമ്പ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. ഞാൻ അവിടെ വൈക്കായിട്ടുണ്ട്. കാരണം വണ്ടിന്റെ ഏകദേശം മൈലേജ് ആണെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യില്ല. പിന്നെ
എന്റെ കൂടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അവിടെ ജയ്സാൽമീറിൽ ഉണ്ടാകുമ്പോൾ. സോ അവിടെ ആ റൂട്ടിൽ പോകുമ്പോൾ വണ്ടി ഓഫായി, സംഭവം പെട്രോൾ തീർന്നു. നമ്മൾക്കറിയില്ല ഇതിന് എന്താ പറയാ, പെട്രോൾ പമ്പ് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു 40 കിലോമീറ്ററിന് ശേഷം പോലും കാണുന്നില്ല. പിന്നെ മനസ്സിലായത് അതായത് നമ്മൾ ആദ്യം ഈ ജയ്സാൽമീർ ടൗണിൽ തന്നെ പെട്രോൾ അടിക്കണം, അതല്ലെങ്കിൽ നമുക്ക് താനോട്ട് ഈ പാകിസ്ഥാൻ ബോർഡറിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പെട്രോൾ കിട്ടൂ. സോ അങ്ങനെ അവിടുന്ന് വഴിക്കായിട്ട് അവസാനം ഒരു പഞ്ചാബി ലിഫ്റ്റ് തന്നു, അവിടുന്ന് പെട്രോൾ വാങ്ങിച്ചു. വന്നിട്ട് തിരിച്ചു വന്നത് ഒരു കാളനെല്ലാം കൊണ്ടുപോകുന്ന വണ്ടിയിലാണ്, അങ്ങനത്തെ ഒരു വണ്ടിയിൽ തന്നെ വന്നത്. കാരണം വേറെ നിവൃത്തിയില്ല അവിടുന്ന് വരാൻ വേണ്ടിയിട്ട്. ലിഫ്റ്റ് അടിച്ചാ വന്നത് 30 കിലോമീറ്റർ. കാരണം എന്റെ ഫ്രണ്ട് അവിടെ വണ്ടി വെച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പെട്രോൾ വാങ്ങിച്ച് അങ്ങനെ ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെ വന്നു അവിടത്തേക്ക്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റത്തെ ദിവസം, ഐ മീൻ ഈ വർഷം ഫസ്റ്റ് ദിവസം. ഞാൻ പിന്നെ ജയ്സാൽമീർ എന്ന് പറയുന്നത് 8ാമത്തെ തവണയാണ് പോകുന്നത്. രാജസ്ഥാൻ ഞാൻ 8 തവണ പോയിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ. പിന്നെ രാജസ്ഥാന്റെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ വേറെ തന്നെയാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾക്ക് പറയാൻ പറ്റാത്തത്ര ചരിത്രം രാജസ്ഥാനിൽ പറയാനുണ്ട്. കാരണം രാജസ്ഥാൻ അതായത് രാജാക്കന്മാരുടെ നഗരം എന്നാണ് അതിനർത്ഥം വരുന്നത്. രാജസ്ഥാന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കോട്ടകൾ ഉള്ളത്, ഐ മീൻ മലയോര കോട്ടകൾ ഉള്ളതും അതുപോലെ തന്നെ ഈ പഴയ സ്റ്റൈലിലുള്ള കൊട്ടാരങ്ങൾ ഉള്ളതും രാജസ്ഥാനിലാണ്. പിന്നെ അതുപോലെ തന്നെ പല സെലിബ്രിറ്റീസിന്റെ വിവാഹം നടക്കുന്നതും രാജസ്ഥാനാണ്. കാരണം അത്രയും ലക്ഷറി ആയിട്ടുള്ള വളരെ പഴക്കം ചെന്ന കൊട്ടാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് രാജസ്ഥാനിൽ കിട്ടും. അത്രയും ലക്ഷറി, അത്രയും എന്താ പറയാ ഓൾഡ് സ്റ്റൈൽ, അതായത് രജപുത്ര ആർക്കിടെക്ചറിൽ നിർമ്മിച്ച കൊട്ടാരങ്ങൾ അത് രാജസ്ഥാനെ അവകാശപ്പെടാൻ കഴിയുന്ന മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ജയ്സാൽമീറിന് ശേഷം ഞാൻ നേരെ പോയത് ജോധ്പൂർ. ജോധ്പൂരിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കോട്ട കണ്ടു, മെഹ്റാഗഡ് ഫോർട്ട്. 1200 ഏക്കറാണ്. 1200 ഏക്കർ ഈ ഒരു കോട്ട എന്ന് പറയുമ്പോൾ തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് അമീർ ഖാന്റെ. അതങ്ങനെ വലിയ സിനിമ ഒന്നല്ല, ബട്ട് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഡാർക്ക് നൈറ്റ് അറിയുമല്ലോ, ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റ്, അതിന്റെ ചെറിയൊരു സീന് ഷൂട്ട് ചെയ്തതും ഈ ഒരു മെഹ്റാഗഡ് ഫോർട്ടിലാണ്. മെഹ്റാഗഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ 1489 റാവോ ജോധ എന്ന് പറയുന്ന ഒരു റാത്തോർ ക്ലാനിലെ ഒരു ഭരണാധികാരിയാണ് നിർമ്മിച്ചത്. വളരെ ഭംഗിയുള്ള ഒരു കോട്ടയാണ്. അവിടെ നമുക്ക് സിപ്പ് ലൈൻ അതുപോലെ തന്നെ മറ്റു അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കൂടി നമ്മൾക്ക് കിട്ടും. പിന്നെ ജോധ്പൂരിന് ശേഷം ഞാൻ നേരെ ചെന്നത് ഇവിടത്തേക്കാണ്, നമ്മൾ ഉത്തർപ്രദേശിലേക്കാണ്. സോ ഉത്തർപ്രദേശ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യു പി നെഹി ദേക്ക ഇന്ത്യ നെഹി ദേക്ക. നമ്മൾ യു പി കണ്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു ഉത്തർപ്രദേശിൽ നമ്മളെ താജ്മഹൽ, അതായത് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ ലോകാത്ഭുതങ്ങളിൽ 6 നമ്പർ 7ാമത് താജ്മഹൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ കയറി വരുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് അനുഭവിക്കണം എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അതായത് താജ്മഹലിന്റെ മുമ്പിൽ നമ്മൾ അവിടെ പോയിട്ട് അതൊരു കാണുന്നു എന്നുള്ള ഒരു ഫീൽ എന്ന് പറയുമ്പോൾ വേറെ തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ ഫസ്റ്റ് ടൈം ആക്ച്വലി. ഞാൻ താജ്മഹലിൽ 4 തവണ പോയിട്ടുണ്ട്. ഇത് 4ാമത്തെ തവണയാണ് താജ്മഹൽ കാണുന്നത്. സോ അവിടുന്ന് എന്റെ യു പി യാത്രകൾ ആരംഭിച്ചു. അവിടുന്ന് പിന്നെ ഞാൻ നേരെ ലക്നൗ സ്വാഗതം ചെയ്യുന്നത് വേറൊരു ടാഗ് ലൈനാണ്, മുസ്കുറായി ആപ് ലക്നൗ മേ, സ്മൈൽ കീപ് സ്മൈലിംഗ് യു ആർ അറ്റ് ലക്നൗ. കാരണം ലക്നൗ എന്ന് പറയുന്നത് 1857 1ാം സ്വാതന്ത്ര്യ സമര, അതായത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1ാം സ്വാതന്ത്ര്യ സമരം. സോ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ വളരെയധികം എന്താ പറയാ ചരിത്ര പ്രസിദ്ധമായ പല പോരാളികളും, ഫോർ എക്സാമ്പിൾ ബീഗം ഹസ്രത് മഹൽ, അങ്ങനെ പല ആൾക്കാരുടെയും ചരിത്രം പറയാനുള്ള ഒരു നഗരം ലക്നൗ. ലക്നൌവിന്റെ വേറെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്, അവധി ആർക്കിടെക്ചർ. പിന്നെ അവിടുത്തെ ഫുഡ്, ലക്നൗ പോയ ആൾക്കാരെല്ലാം പറയും അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ നോൺ വെജിറ്റേറിയൻസിന് ഒരു ഭയങ്കര സംഭവമാണ്. അവധി ബിരിയാണി, അതുപോലെ തന്നെ ലക്നൗ കുൽഫി, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ചപ്പൻ ബോഗ് എന്ന് പറയുന്ന ഫേമസ് ആയ ഒരു സ്വീറ്റ് ഉണ്ട്, അവിടുത്തെ സ്വീറ്റിന്റെ ഷോപ്പാണ്. അവിടെ പോയിട്ട് നമ്മൾ ദിസ് മലായ് കുൽഫി അങ്ങനെ പല ഈ ഉത്തർപ്രദേശിന്റെ പല മധുരങ്ങളും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഉത്തർപ്രദേശിന്റെ ഈ ഒരു ലക്നൗ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫുഡീസ് പാരഡൈസ്. കാരണം നോൺ വെജ് ഫുഡ് കിട്ടും. ഞാൻ രാജസ്ഥാനിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്. ഇന്ത്യയിലെ നമ്പർ 1 വെജിറ്റേറിയൻ സ്റ്റേറ്റ് രാജസ്ഥാനാണ്. സോ നമ്മൾ ഈ ഒരു കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഈ ഒരു സ്ഥലത്ത് ജീവിച്ചാക്ക് ഈ 2 ആഴ്ച വെജിറ്റേറിയൻ മാത്രം കഴിച്ച് കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട്. ആൻഡ് അങ്ങനെ വെയിറ്റ് sir, I'm back. Wait.
സോറി സാർ, അത് പെട്ടെന്ന് ഇവിടെ വേറെ ആവശ്യം ഉണ്ടായിട്ടാണ്, അനിയൻ വന്നിട്ടാണ്. സോറി ഫോർ ദാറ്റ്. സോ ഓക്കെ. സോ ഉത്തർപ്രദേശിൽ അങ്ങനെ ഞാനൊരു 3-4 ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലക്നൗ എന്ന് പറയുമ്പോഴും നല്ല തണുപ്പാണ്. നമ്മളിപ്പോ ഉത്തരേന്ത്യ പോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഓൾമോസ്റ്റ് എല്ലാ റീജിയനും, അതായത് നമ്മളെ മഹാരാഷ്ട്ര വിട്ട് കഴിഞ്ഞാൽ ഗുജറാത്ത് വിട്ട് അങ്ങോട്ട് മുഴുവൻ തണുപ്പാണ്. അതായത് നമ്മൾ ഉച്ചക്ക് പോലും നമ്മൾ ജാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. സോ നമ്മൾ ഈ ഒരു കേരളത്തിന്റെ ഈ ഒരു കാലാവസ്ഥയിൽ ജീവിച്ചാൽ അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ജാക്കറ്റും അതുപോലെ തന്നെ ഗ്ലൗസ്, ഷാള്, അതൊക്കെ നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഡൽഹി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ സംഭവങ്ങളും നമുക്ക് ചീപ്പ് റേറ്റിൽ വാങ്ങാൻ പറ്റും. അതിന്റെ 4-5 മാർക്കറ്റ്സിന്റെ പേര് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്ന് ചാന്ദിനി ചൗക്ക്, നമ്മളെ ചെങ്കോട്ട അതുപോലെ തന്നെ ജമാ മസ്ജിദിന്റെ ഇടയിലുള്ള ഷോപ്പിംഗ് സെന്റർ ആണ്. ഷോപ്പിംഗ് സ്ട്രീറ്റിനാണ് ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്നത്. പിന്നെ കരോൾ ബാഗ്, സരോജിനി മാർക്കറ്റ്, അതുപോലെ തന്നെ ടിബറ്റൻ മാർക്കറ്റ്, അങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട് അവിടെ. സോ അങ്ങനത്തെ മാർക്കറ്റുകളിൽ പോയിട്ട് വേണം നമ്മൾ ഈ ഗ്ലൗസ്, ജാക്കറ്റ്, അതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് വാങ്ങാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ അവിടെ തന്നെ മാളിലോ അല്ലെങ്കിൽ വലിയ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവർ നല്ല പൈസ പറയും. സോ ഇതേ ക്വാളിറ്റി സാധനം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ നിന്ന് കിട്ടും, ചാന്ദിനി ചൗക്ക് അങ്ങനത്തെ ഏരിയയിൽ. സോ അങ്ങനെ ഉത്തർപ്രദേശ് കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും ഞാൻ ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാനൊരു കോളേജിനാണ്, ഫറൂഖ് കോളേജിന്റെ അടുത്തുള്ള ഒരു കോളേജ് ഉണ്ട് കോഴിക്കോട്. അവിടെ ഉള്ള ഒരു കോളേജിലെ 22 സ്റ്റുഡൻസും 2 ടീച്ചേഴ്സും. സോ അവരെ ഞാൻ പാക്കേജിൽ ഉത്തരാഖണ്ഡിലേക്ക് കൊണ്ടുപോയി. ഡെറാഡൂണ് പോയി. അവിടുന്ന് കേദർഗാന്ത് ട്രെക്കിംഗ് ആരെങ്കിലും ചെയ്ത ആൾക്കാരുണ്ട്? നമ്മൾ ലൈഫിൽ എന്തായാലും ചെയ്യേണ്ട ഒരു ട്രെക്കിംഗ് ആണ്. അതായത് നമ്മൾ വിന്റർ ട്രെക്കിംഗ്, അതായത് നമ്മൾ 4 ദിവസം മഞ്ഞിന്റെ ഇടയിലെ കൂടി ട്രെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അബവ് 10,000 ഫീറ്റ്, 10,000 അടിക്ക് മേലുള്ള ഈ കേദർഗാന്തിന്റെ ഏറ്റവും ടോപ്പ്, അതായത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺറൈസ് എന്ന് പറയും, ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം കാണാൻ വേണ്ടി നമ്മൾ 4 ദിവസം നമ്മളെ പ്രയത്നം ഉണ്ടാവും. കാരണം ഓരോ ദിവസം നമ്മൾ 4 കിലോമീറ്റർ ഹൈറ്റ് കയറിയിട്ട് വേണം, 4 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം പോകാൻ. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ബോഡി പെയിൻ നല്ല രീതിയിൽ വരും. കാരണം വിന്റർ ആണ്, നല്ല ലോ ടെമ്പറേച്ചർ ആണ്, -2, -4 ആണ് ആവറേജ്. അത് മാത്രമല്ല നമ്മൾ ടെന്റിൽ സ്റ്റേ അടിക്കണം. ടെന്റിൽ നമ്മൾ സ്ലീപ്പിംഗ് ബാഗും ഉണ്ട്. അതായത് നമ്മളെ ബോഡി മൊത്തത്തിൽ ഒരു ബാഗ് ഉണ്ട്, നമ്മൾ തന്നെ മൂടും. അത് ആലോചിച്ചിട്ടുണ്ടാ? അതായത് നമ്മള് ബോഡി മൊത്തത്തിൽ നമ്മൾ സിബ് ഇട്ട് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ വേണം നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് അധികം ബോഡി അനക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ അധികം അനക്കാൻ കഴിയില്ല. നമ്മൾ ഈ ബെഡിൽ കിടക്കുന്ന പോലെ അത്ര സുഖമായിട്ട് കിടക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മൾ ഐസായി പോകും. കാരണം സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത് -10 വരെ നമ്മളെ ബോഡി നല്ല വൃത്തിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഇല്ലാണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും നമ്മൾ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുമ്പോൾ. സോ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അതിന്റെ ഇടയിൽ എന്താ പറയാ, ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബാത്റൂം ഇല്ല. അതായത് നമ്മളെ കേരളത്തിൽ നമ്മളെല്ലാവരും നല്ല വൃത്തിയിൽ ജീവിച്ച മനുഷ്യന്മാരാണ്. നമുക്ക് ദിവസം ഒരു 2-3 നേരം കുളിക്കണം. എസ്പെഷ്യലി നമ്മളെ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 3-4 വട്ടം കുളിക്കും, അങ്ങനത്തെ ആൾക്കാരാണ്. സോ അവിടെ എത്തിക്കഴിഞ്ഞാല് അവിടെ ബാത്തിങ് എന്ന് പറയുന്ന ഒരു സംഭവം നോക്കണ്ട. പിന്നെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു ടെന്റ് ഉണ്ട്. സോ ആ ടെന്റിൽ നമ്മൾ അതേപോലെ സിബ് ഇതാക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. സോ അതിനുശേഷം ചെറിയൊരു കുഴി പോലെ ഉണ്ടാവും. പിന്നെ അവിടെ വെള്ളം എന്ന് പറയുന്ന സംഭവം കിട്ടൂല. സോ ബാക്കി നമുക്ക് ആലോചിക്കാല്ല. അവിടെ ടിഷ്യൂ ഉണ്ടാവും, അതല്ലാണ്ട് വേറെ ഇതുമില്ല. സോ ചില സമയം നമ്മൾ ബാത്റൂം പോയി കഴിഞ്ഞാൽ ടിഷ്യൂ ഉണ്ടാവില്ല. സോ നമ്മൾ തന്നെ ഏറ്റവും ബേസ് സ്റ്റാർട്ടിങ് നമ്മൾ തന്നെ ഒരു 2-3 പാക്കറ്റ് ടിഷ്യൂ നമ്മൾ വാങ്ങിച്ചു നോക്കണം. അതായത് ചില ആൾക്കാർ ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകില്ല വൃത്തി ഇതാക്കിയിട്ട്. കാരണം നമ്മളെ മലയാളികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആൾക്കാരാണ്. നമ്മൾ നോർത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വൃത്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ജന്മത്തിൽ നോർത്തിൽ പോകില്ല ചില ആൾക്കാർ. ഇപ്പൊ എന്റെ വീട്ടിലുള്ള ഇത്താത്ത അവർക്കെല്ലാം നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ഫുഡ്, പിന്നെ അവിടുത്തെ സ്ട്രീറ്റുള്ള വൃത്തി, അത് വിചാരിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. പിന്നെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് AC ടിക്കറ്റ് പോകണം. നമ്മൾ പിന്നെ ജനറൽ ആയിക്കോ സ്ലീപ്പർ ആയിക്കോ നമ്മൾ എല്ലാത്തിലും പോയി അഡ്ജസ്റ്റ് ആയി പൊരുത്തപ്പെട്ടതും. ബോഡി എല്ലാ കാലാവസ്ഥയും എല്ലാ ഫുഡിനോടും പൊരുത്തപ്പെട്ട് അവര് ട്രാവലറിന് എങ്ങനെയാണ് എന്തും സഹിക്കേണ്ടി വരും. നമ്മൾ ഇന്ന സ്ഥലത്ത് നമുക്ക് ഇന്ന ഭക്ഷണം കിട്ടണമെന്ന് വെച്ച് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കടന്ന് മരിക്കത്തേ ഉണ്ടാവും. കാരണം നമുക്കൊന്നും കിട്ടൂല. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടില്, അതായത് ഈ ഒരു വിന്റർ ട്രക്കിങ്ങിന്റെ ഇടയിൽ നമ്മൾക്ക് പരിപ്പ്, ചോറ്, ചപ്പാത്തി, ഇത് 4 ദിവസം റിപ്പീറ്റ് ആണ്. അതിൽ വേറൊരു ഭക്ഷണം അവിടെ കിട്ടൂല. അവിടെ നോൺ വെജ് എന്നുള്ള സംഭവം നമ്മൾ മിണ്ടരുത്. കാരണം അവിടുത്തെ
വിശ്വാസപ്രകാരം ഈ ഇങ്ങനത്തെ ഒന്നും കഴിച്ചുകൂടാന്നു, നോൺ വെജ് കഴിച്ചുകൂടാന്നു ഈ ദേവഭൂമി എന്ന് അവര് പറയാം ഉത്തരാഖണ്ഡിനെ ടോട്ടലി. പക്ഷെ ഉത്തരാഖണ്ഡിൽ നോൺ വെജ് കിട്ടും, ഈ ഡെറാഡൂണിനൊന്നും പ്രശ്നമില്ല, ക്യാപിറ്റൽ അതൊരു സിറ്റിയാണ്. പക്ഷെ നമ്മൾ ഈ കേദർഗാന്ന് അങ്ങോട്ട് ഈ ഒരു ക്ഷേത്ര പ്രദേശത്തിലെ പോകുമ്പോൾ നമ്മൾ നോൺ വെജ് എന്നുള്ളത് മിണ്ടരുത്. അങ്ങനത്തെ ചില എന്താ പറയാ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചിക്കൻ അതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ചില ഏരിയകളിലുണ്ട്, ഐ മീൻ കേദർഗാന്തെല്ലാം വിട്ടൊരു മോരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, ടൗൺ, ചെറിയ ടൗണാണ്. അവിടെ ചെറിയ 1-2 ചിക്കൻ ഷോപ്പ് മീനെല്ലാം പക്ഷെ അവിടുത്തെ ഒന്നും മീന് നമ്മളെ കേരളത്തിലെ മീനിന്റെ ടേസ്റ്റ് ഇതൊന്നും ഉണ്ടാവില്ല. കാരണം കുറെ ദിവസം ഐസ് വെച്ചിട്ട് വരുന്നതാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര അവിടെ നിന്നൊക്കെ വരുന്നതാണ്. കാർവർ, കർണാടക അവിടെ നിന്നൊക്കെ ഒരു കമ്പനിന്റെ ഒരൊറ്റ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അവിടെ ആ ഒരു ഏരിയയിലുള്ളൂ. അത് ഞാൻ ചോദിച്ചാൽ അറിയാൻ പറ്റും. സോ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഈ കോഴിക്കോടാ വന്നിറങ്ങിയത്. ഈ കോഴിക്കോട് വന്നിറങ്ങിയപ്പോ സത്യം പറഞ്ഞാല് ഒരു സമാധാനം എന്ന് വെച്ചാൽ 1 മാസത്തെ യാത്രയും 1 മാസം ഞാൻ മാക്സിമം വെജിറ്റേറിയനിലാണ് കഴിച്ചത്. ആകപ്പാട് നോൺ വെജ് കഴിച്ചത് ഒന്ന് ഡൽഹിയിൽ അഫ്ഗാനികളെ സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നല്ല ഷവർമ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിച്ചു. പിന്നെ ലക്നൗ എന്ന് പറയുന്നത് പിന്നെ നോൺ വെജിന്റെ മെയിൻ സ്ഥലമായിക്കൊണ്ട് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിന്. അജ്മീർ കിട്ടും. ബാക്കിയുള്ള ഒരു 25-27 ദിവസം മൊത്തം പച്ചക്കറിയും. സോ അതിന്റെ ഒക്കെ എന്താ പറയാ റിവെഞ്ച് അടിക്കാൻ വേണ്ടി നേരെ വന്നത് കോഴിക്കോട് എന്ന് പറയുമ്പോ പിന്നെ ഞാൻ കോഴിക്കോടായിരുന്നല്ല, ഞാൻ കണ്ണൂക്കാരാണ്, പക്ഷെ ഭക്ഷണം കൊണ്ട് കോഴിക്കോടായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് എല്ലാം ഉള്ളത് കോഴിക്കോടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഒന്ന് കുറ്റിച്ചിറ ബിരിയാണി കഴിച്ചിട്ടുണ്ടായില്ല ആരെങ്കിലും? KBC ബീച്ചിലാണ് കുറ്റിച്ചിറ ബിരിയാണി, അവിടുത്തെ മട്ടൻ, പിന്നെ അതുപോലെ തന്നെ റാമത്തിലല്ലേ, അത് അടിപൊളിയാണ്. പിന്നെ പാരഗണിന്റെ ചിക്കൻ ലഗൂൺ. സോ ഞാൻ പോയത് നേരെ രാവിലെ എത്തിയ അന്ന് ഞാൻ എന്താക്കിന്ന് വെച്ചാൽ 11 മണിക്കാന്ന് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ ഓപ്പൺ ആണ്. ഞാൻ ഒരു 10:30 തന്നെ പോയി അവിടെ ഇരുന്ന് ഫസ്റ്റ് ബിരിയാണി കഴിക്കുന്നത് ഞാനാണ്. അങ്ങനെ അവിടുന്ന് ഒരു ഫുള്ള് ബിരിയാണി കഴിച്ച്, എന്നിട്ട് ഏകദേശം ഒരു 3 മണിയാകുമ്പോ ഫ്രണ്ടിന്റെ കൂടെ കൂടിയിട്ട് വേറെയും ഒരു ബിരിയാണി കഴിച്ച്. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കല്ലുമ്മക്കായി ചായ അതൊക്കെ കഴിച്ച്, സർബത്ത്, എനിക്ക് കോഴിക്കോട് ബീച്ചിലെ സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്, സോഡ നാരങ്ങ വീണ സർബത്ത്, അതെല്ലാം കഴിച്ച് രാത്രി അവിടുന്ന് ഒരു എനിക്ക് അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് കോഴിക്കോട്, നമ്മളെ യാത്രക്കാരും ഉണ്ട്, ട്രെയിൻ ഫാൻസിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം കൂട്ടിയിട്ട് നമ്മള് അന്ന് ന്യൂ ഇയറും കൂടിയാണ്, ന്യൂ ഇയറിന് അന്നാണ്. സോ അന്നാണ് അവിടെ വന്നിറങ്ങുന്നത്. സോ ആ ഒരു ദിവസം രാത്രി നേരെ അൽഫാം, ടിക്ക അതൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാല് ഒരു സമാധാനം വന്ന്. അതായത് 1 മാസത്തിന് ശേഷം ഒരു പക്കാ ഒരു ദിവസം ചിക്കൻ കഴിച്ചു. അത് അങ്ങനെയാണ് നമ്മൾ ഇവിടുന്നെല്ലാം പോയിട്ട് ഈ പച്ചക്കറി കുറെ നാളെ കഴിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മളെ ഈ ഒരു മലബാർ ഏരിയയിലെ കൾച്ചർ എന്ന് പറഞ്ഞാല് നമുക്ക് ആഴ്ചയിൽ എത്ര ദിവസം ചിക്കൻ കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാരും പറയും. ഇന്ന് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ജുമാ കഴിഞ്ഞാന്ന് പറഞ്ഞാല് ബിരിയാണി ഇല്ലാണ്ട് നടക്കൂല. അതൊരു എന്താ പറയാ നിർബന്ധാക്കപ്പെട്ട കാര്യം പോലെ. അത് മാത്രല്ല നമുക്ക് 1 മാസമായിട്ട് കല്യാണം ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ എനിക്ക് കല്യാണം ഉണ്ടായിന്. അപ്പൊ കല്യാണത്തിന് പോയിട്ട് ആ ഒരു മംഗല ബിരിയാണി കഴിച്ചപ്പോ അത് കുറച്ചും കൂടി ഒരു ആശ്വാസമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗറും കൂടിയാണ്. സോ അതുകൊണ്ട് കുറെ നാളത്തെ ഈ പച്ചക്കറി ഭക്ഷണത്തിന് ശേഷം ഈ ഒരു ചിക്കന്, മട്ടൻ ഇങ്ങനത്തെ സാധനം കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട്. സോ അങ്ങനെ കോഴിക്കോട് പോയി വന്ന് അവിടുന്ന് അടിപൊളിയായി അടിച്ചു പൊളിച്ച് നേരെ കണ്ണൂരേക്ക് വന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ലീവ് ആയിക്കൊണ്ട് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ട്, വേറെ എവിടെയും പോയിട്ടില്ല. അങ്ങനെയാണ് ഈ വർഷത്തെ ട്രിപ്പ് അങ്ങനെയാണ് ഇവിടെ അവസാനിച്ച്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതായത് ഞാൻ ആക്ച്വലി ഈ ലക്നൗ നേരെ ഇവിടത്തേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ പാട്ന ബീഹാർ, അവിടുന്ന് ഗുവാഹട്ടി ആസാം, അവിടുന്ന് നേരെ ദീമാപൂർ നാഗാലാൻഡ്. പക്ഷെ ഒരു 3 ട്രെയിൻ ടിക്കറ്റും ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഒറ്റൊരു സംഭവം കാരണം December 31 വന്ദേ ഭാരതിന് ഇനോഗ്രേഷൻ ആണ് മംഗലാപുരം ഗോവ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് 2 ദിവസം മുമ്പ് തന്നെ പാലക്കാട് ഡിവിഷനിൽ വിളിക്കുന്നത്, ഇങ്ങനെ ഉദ്ഘാടനത്തിന് വരണം, വ്ളോഗ് ചെയ്യണം എന്നിട്ട്. സോ അങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിൽ 8 മണിക്കൂർ ലേറ്റ് എന്റെ ട്രെയിൻ. സോ എനിക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഞാൻ ക്യാൻസൽ ചെയ്തു, ഇവിടെ വന്ദേ ഭാരത് ആണെങ്കിൽ കിട്ടിയിട്ടില്ല, ട്രെയിൻ 8 മണിക്കൂർ ലേറ്റ്. അങ്ങനെ അതും ഇല്ലാണ്ടായി ഇതും ഇല്ലാണ്ടായി. ആ വിഷമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോഴിക്കോട് വന്ന് ഫുഡ് കഴിച്ചേ. പക്ഷെ ഞാൻ നോർത്ത് ഈസ്റ്റ് എന്തായാലും എനിക്ക് കവർ ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ച് ഗോവയിൽ നിന്ന് ഇനി നോർത്ത് ഈസ്റ്റ് വിട്ടാലും, പക്ഷെ അത് സമ്മതിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗോവയിൽ വന്നേരം നല്ല ചൂട് കൊണ്ട് നല്ല സമാധാനം, പിന്നെ ഇനിയും നല്ല തണുപ്പിലേക്കാണ് പോകണ്ടേ. പിന്നെ വിചാരിച്ച് ചെയ്താലും എനിക്ക് കുറച്ച് മാസത്തിന് ശേഷം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഒരു നല്ല മഴയുള്ള സമയം മേഘാലയ അങ്ങോട്ടെല്ലാം പോവാം, അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഇവിടെ യാത്ര താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു. പക്ഷെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാ പ്രശ്നം. ഞാൻ ആക്ച്വലി അതും കൂടി കവർ ചെയ്ത് 28 സ്റ്റേറ്റ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഈ വർഷം ഇന്ത്യൻ ഫ്ലാഗ് കൂടി പിടിച്ച് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആ വന്ദേ ഭാരത് വിട്ടിട്ടില്ല, എന്നിട്ട് വന്ദേ ഭാരത് കിട്ടിയിട്ടുമില്ല.
അങ്ങനെയാണ് കഥകള് ഈ വർഷത്തെ. ഓക്കെ ജുനൈദ് സാർ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ സാർ ഒരു വർഷം ഈ ജനുവരിയിലാകുമ്പോ ഈ വർഷം എവിടെയൊക്കെ പോകണം, അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്യും? എങ്ങനെയാണ് ഈ വർഷത്തെ ഞാൻ യാത്ര? ആക്ച്വലി അങ്ങനെ അധികം പ്ലാൻ ചെയ്യുന്ന ആളേ അല്ല. എനിക്ക് ഇപ്പം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം പോകുന്നത്. ഞാൻ ഈവൻ ലാസ്റ്റ് ഇയർ ഐ മീൻ 2023 ഞാൻ ജനുവരി ഫെബ്രുവരി സമയത്തൊന്നും ജയ്സാൽമീർ പോയിട്ടുണ്ടേ. അത് തലേ ദിവസം പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നൊരു മൂടാണ് ജയ്സാൽമീറിൽ പോകണമെന്നില്ല. അങ്ങനെ അന്നേരം ഉള്ള ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് RAC അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എന്തായാലും പോക്കാം. ഞാൻ അധികം പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സോളോ ട്രിപ്പ് അടിക്കുന്നത്. കാരണം ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാല് ലോകാവസാനം വരെ പോക്കുണ്ടാവില്ല. സോ അതുകൊണ്ട് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അന്നേരം ടിക്കറ്റ് എടുത്ത് പോകണം, ആര് വെയിറ്റ് ചെയ്യാണ്ട് പോകണം. അതുകൊണ്ട് ഞാൻ അധികം സോളോ പോവാ, അധികം പ്ലാൻ ചെയ്യലില്ല. ഇപ്പൊ ഞാൻ 1-2 ദിവസത്തെ ട്രിപ്പ് എല്ലാം നമുക്ക് തീരെ പ്ലാൻ ചെയ്യില്ല. ചിലപ്പോ രാവിലെ ഉറങ്ങി എണീച്ചായിരിക്കും ഒന്ന് പാലക്കാട് അല്ലെങ്കിൽ തമിഴ്നാട്. ഇവിടെ തമിഴ്നാട്ടിൽ ആക്ച്വലി നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അടുത്ത്. ഐ മീൻ കണ്ണൂർ കോഴിക്കോടുള്ള ആൾക്ക് ഈ പൊള്ളാച്ചി ഉടുമലപ്പേട്ട് അതെല്ലാം നമുക്ക് വണ്ടി അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ പല ആൾക്കാരും പേരിക്കുന്ന തമിഴ്നാട് പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറേ ആവും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാസം നമ്മൾ ഒരു 2-3 ചെറിയ ചെറിയ യാത്രകൾ നടത്തണം. അത് നമുക്ക് പറ്റും. നമ്മളൊന്നും സമയം കണ്ടെത്തണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനൊന്നുമില്ല. കാരണം നമ്മൾ യാത്ര എന്ന് പറയുന്നത് മനുഷ്യനെ നല്ലോണം സംസ്കരിക്കുന്ന ഒരു സംഭവം. യാത്ര ചെയ്യാണ്ട് നമ്മൾ വെറുതെ എന്താ പറയാ, നമ്മളെ ജനിച്ച നാട്ടിൽ തന്നെ മരിക്കുന്നതിൽ എന്താ രസമുള്ള, നമ്മളൊന്നും കാണൂല. യാത്ര ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും ഉള്ള ലൈഫ് എന്താന്നുള്ളതും, അതായത് യഥാർത്ഥ എക്സ്പീരിയൻസ് ഒരു ബുക്കിനും ഒരു വീഡിയോയിലും കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നുമല്ല. യാത്ര എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിലൊന്നും തരാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഭവം യാത്ര എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാ ഡ്രഗ്. യാത്ര ചെയ്യുന്നക്ക് പിന്നെ ലഹരി ഒന്നും ആവശ്യമില്ല. ശരിക്കും അത് തന്നെയാണ് ഡ്രഗ്, യാത്ര. ഓക്കെ. അല്ല, നല്ലത്. കുറെ ആൾക്കാർ, കുറെ ജീവിതങ്ങൾ, ഓരോ സംസ്കാരം, അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാം. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഓ പിന്നല്ലാണ്ട് സംസ്കാരങ്ങൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു വൈവിധ്യമല്ലേ. അതും എന്താ പറയാ, നമ്മള് ഓരോ സ്റ്റേറ്റിൽ പോകുമ്പോൾ ചില 2 കാര്യങ്ങൾ വരും. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയും ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഒരു മതസൗഹാർദ്ദമുള്ള സ്റ്റേറ്റ് ഞാൻ പറയും കേരളം തന്നെയാണ്. കാരണം ഇവിടെ വിദ്യാഭ്യാസം അത്യാവശ്യം ഉണ്ട്, ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ചില സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്നത്, പേരിനോടൊപ്പം ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ കാസ്റ്റ് എന്നാണ്. അപ്പൊ നമ്മള് മലയാളികൾ ഫസ്റ്റ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകുന്ന ആൾ വരിക്കും, അയ്യേ ഇവനെന്താ ചോദിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ട് ശീലായി. കാരണം അവിടെയുള്ള പല ആൾക്കാരും ഫസ്റ്റ് നമ്മളെ പേരിനോടൊപ്പം ചോദിക്കല് വാട്ട് ഈസ് യുവർ കാസ്റ്റ് എന്നുള്ളൊരു ചോദ്യം. അപ്പോ ചില കാര്യങ്ങൾ, അതായത് അവിടെയുള്ള ചില സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് വല്ലാണ്ട് അവര് നോക്കുന്ന ഒരു സംഭവമാണ്. അവര് പച്ചക്ക് ചോദിക്കും ഇതിന്റെ ജാതി എന്താന്നുള്ളത്. അത് മാത്രമല്ല ചില മോശം എക്സ്പീരിയൻസ് നമുക്ക് നേരിടേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എവിടെങ്കിലും പോയിട്ട് നമ്മൾ ചില ഏരിയകളിൽ, ഈ രാജസ്ഥാനിൽ മാത്രമല്ല ഗുജറാത്തിൽ, UP-യിലുള്ള ചില ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് നമ്മൾ ചിക്കൻ ചോദിച്ചു കഴിഞ്ഞാല് അവരെ ഭാഷയിൽ എന്തോ തെറി പറയും. പിന്നെ അവര് തുറിച്ചൊരു നോട്ടം കൂടി നോക്കും. സോ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിൽ ഇപ്പൊ അതൊരു സംഭവം, അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം അവനവന് കഴിക്കാം, അത്രേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാരെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യാണ്ട് അവനവൻ ജീവിക്കാം. സോ അങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ വൃത്തിയിലെല്ലാം ഞാൻ പറയും കേരളം സ്വർഗ്ഗം. ഭക്ഷണം ഉണ്ടാക്കുന്ന ഇതല്ലോ. ഞാനിപ്പോ ഇനി 1-2 വീഡിയോസ് അവിടുന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇതിലും പോസ്റ്റ് ചെയ്യാനുള്ളത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിലത്ത് വെച്ചിട്ട് ചപ്പാത്തിയും ഈ റൊട്ടിയും ചുട്ടിട്ട് അതിനപ്പുറം തന്നെ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ട് എന്തായാലും ഛർദി വരും. കാരണം അതിന്റെ തൊട്ടിപ്പുറത്തുനിന്ന് ഈ ഇതില്ലേ ഡ്രൈനേജ്, അതിന്റെ അടുത്തുനിന്നാണ് കറി ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ആദ്യം വരിക്കും ഇവർക്കെല്ലാം രോഗം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ അവരിതില് ജീവിച്ചുകൊണ്ട് അവർക്ക് ഒരു രോഗം വരുന്നില്ല, അവർക്ക് അതൊന്നും വരൂല. നമ്മള് അന്നാരോ പറഞ്ഞ പോലെ ഇവർക്ക് കൊറോണ ഒന്നും വന്നാൽ ഇവര് പഠിക്കൂല പല സ്റ്റേറ്റുകളും. എന്നാലും വൃത്തികേടില് അവര് ജീവിക്കും. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതോ ആയിക്കോട്ടെ, മൊത്തത്തില് അവരെ വൃത്തി എന്ന് പറയുന്നത് വളരെ കുറവാണ് പല ഇതിലും. സുനിൽ സാറും നോർത്തിൽ തന്നെയാണ്, കുറെ അനുഭവങ്ങൾ ഉണ്ടാവും. അല്ല സാർ, താങ്ക് യു. നല്ല രീതിയിലാണ് ജുനൈദ് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. രാജസ്ഥാൻ യാത്രയല്ല, ഇതൊരു ഭാരത പര്യടനമായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം രാജസ്ഥാൻ വിട്ട് ഡൽഹിയും എല്ലാം പോയി കറങ്ങി വന്നു, ഒരു ഭാരത പര്യടനം നടത്തിയൊരു അനുഭവം എനിക്ക് തോന്നി. അതിനകത്ത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. സമയമുണ്ടോ സാർ? ഷുവർ സർ, ഷുവർ.
ആദ്യം പൊക്രാനിൽ ചെന്ന് അവിടെ പൊക്രാനിൽ കോട്ടയുണ്ടെന്നുള്ള എനിക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ. പൊക്രാൻ നമ്മുടെ മനസ്സിൽ ആണവ ആ ഒരു ഇത് നടത്തി മരുഭൂമിയാണ്. രാജസ്ഥാൻ കൂടുതൽ മരുഭൂമിയാണ്. അപ്പൊ അവിടെ ഒരു കോട്ട ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ജനാവലി ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? അപ്പൊ ഈ മരുഭൂമി ആണെങ്കിൽ പണ്ട് കാലത്ത് ചോദിക്കാം, എൻ്റെ ഒരു സംശയമാണ്. അപ്പൊ അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ആദ്യത്തെ ഇൻഫർമേഷനാണ്. താങ്ക് യു. അപ്പൊ അവിടെ കോട്ട ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു സമൂഹം ഉണ്ടായിരുന്നല്ലോ. ഈ സമൂഹത്തെ ഭരിക്കുന്ന രാജാവിനാണല്ലോ കോട്ടയുള്ളത്. അപ്പൊ ആ ഒരു ഇത്രയും ആൾക്കാർ അവിടെ ഇല്ലെന്നും താങ്കളുടെ ഒരു പരാമർശത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. കുറച്ച് കഥകളും വളരെ കുറവാണ്. അപ്പൊ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കോട്ട ഉണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം എനിക്ക് വന്നതാണ്. അത് സാറേ, അതായത് പണ്ട് കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുൽദ്ര എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ ജീവിച്ചിരുന്നതാണ്. പക്ഷെ അതിപ്പം എന്താ പറയാ ഒരു പ്രേത നഗരായി. അതേപോലെ ഈ പൊക്രാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫോർട്ട് എന്ന് പറയുന്നത് തന്നെ അത്ര വലിയൊരു ഫോർട്ട് അല്ല. അതായത് പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഡിഫെൻസീവായിട്ട് കുറെ കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ പല കോട്ടകളും ഇന്ത്യയിൽ ഇപ്പം ഇതില്ല, എന്താ പറയാ മെയിൻ്റെനൻസ് ചെയ്യാത്ത കോട്ടകളും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ജാലോറിലെല്ലാം പോയി കഴിഞ്ഞാല് കോട്ടയുണ്ട്, പേരിന് കോട്ടയിലുണ്ട്, പക്ഷെ അവിടെ ഒന്നും ടൂറിസ്റ്റുകൾ എത്തുന്നില്ല, ഇതാക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു ഫോർട്ട് തന്നെ നമ്മളെ ആൾക്കാർ കുറച്ചെങ്കിലും ആൾക്കാർ അറിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആർമികൾ ബേസ് ആയിട്ട് യൂസ് ചെയ്തൊരു കോട്ടയാണിത് പൊക്രാന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കോട്ടന്റെ ഒരു പരിധി വിട്ട് അവിടെ ഉണ്ട്, ആൾക്കാരുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ആ ഒരു ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കംപ്ലീറ്റ് ഡെസേർട്ടാണ്. ഈ ജയ്സാൽമീറിലും അങ്ങനെയാണ്. ആ ഒരു 10-20 കിലോമീറ്റർ റേഡിയസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഗ്രാമം എന്ന് പറയുമ്പോൾ 30-40 കിലോമീറ്റർ ഉണ്ട്. കാരണം ആ ഗ്രാമം എന്ന് പറയുമ്പോൾ വളരെ പോപ്പുലേഷൻ കുറവാണ്. പോപ്പുലേഷൻ നല്ല ഉള്ള ഏരിയ ആണെങ്കിൽ അടുത്തടുത്ത് തന്നെ സ്ഥലം മാറിക്കൊണ്ടിരിക്കും. 1-2 കിലോമീറ്റർ കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ പേര് മാറും. അവിടെ ഈ രാംഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ 40-50 കിലോമീറ്റർ ഉണ്ട് ആ ഗ്രാമം. അപ്പൊ നമ്മളിപ്പോ എവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ രാംഗഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തപ്പണമെങ്കിൽ 50 കിലോമീറ്റർ അപ്പുറം പോകണം. ഈ പൊക്രാൻ എന്ന് പറയുന്നത് ആക്ച്വലി ചെറിയൊരു ഏരിയ അല്ല, വലിയ ഏരിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത്യാവശ്യം വലിയ ഏരിയ ഉണ്ട്. പക്ഷെ ഈ ഒരു പൊക്രാൻ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു കോട്ടന്റെ ഭാഗത്തേന്ന് ആൾതാമസമുള്ളൂ. പിന്നെ അവിടെയുള്ള മെയിൻ ഈ പൊക്രാന്റെ ആ ഒരു ഏരിയയിലുള്ള മെയിൻ കച്ചവടം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ആൾക്കാർ ഉപജീവനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കുറച്ച് ഷോപ്പും പിന്നെ എന്താ പറയാ ഈ മിലിറ്ററിക്കാർ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കലുണ്ട്. മിലിറ്ററിക്കാർ ഏരിയയും കൂടിയാണ്. സോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാം. പിന്നെ ഈ ഒട്ടകത്തിന്റെ ഫാം, പിന്നെ എന്താ പറയാ അങ്ങനത്തെ അല്ല, അവിടെ ഈ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നുണ്ടോ? ടൂറിസ്റ്റുകൾ തീരെ എത്തുന്നില്ല. സാറേ പോലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടോ? നമ്മള് തപ്പി ഇറങ്ങണം, അങ്ങനത്തെ ആൾക്കാർ മാത്രം എത്തും. ഇങ്ങനെ ഈവൻ ഈ ജയ്സാൽമീർ ഈ ഒരു 4-5 കൊല്ലമായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും എത്തുന്നുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പത്തെ ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് തീരെ ആൾക്കാർ എത്താത്ത സ്ഥലം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു അറ്റത്തായി, രാജസ്ഥാന്റെ ഏറ്റവും അറ്റമായി. അതെ, ചൂട് കാരണം ഈ ഏപ്രിൽ സമയത്ത് രാജസ്ഥാനില് ഐ മീൻ ജയ്സാൽമീറിൽ തീരെ ടൂറിസ്റ്റുകളില്ല. ജയ്പൂരിൽ പിന്നെയും പ്രശ്നമില്ല, പക്ഷെ ജയ്സാൽമീർ ഈ താർ ഡെസേർട്ടിലായിക്കൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ തീരില്ല. ഏപ്രിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും AC-യിൽ. നമുക്ക് തീരെ താങ്ങൂല, ഭയങ്കരമായിട്ട് ചൂടെടുക്കും, തലവേദന എടുക്കും. ഞാനൊന്ന് ഒരു തവണ ഏപ്രിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഐസ് നല്ല തണുപ്പുള്ള വെള്ളം എടുത്തിട്ട് നമ്മള് തലക്ക് വയ്ക്കേണ്ട അവസ്ഥ വരും പുറത്തേക്ക്. അല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അവിടെ ഏപ്രിൽ. ഞാൻ ഫസ്റ്റ് ടൈം പോയത് ഏപ്രിലാണ്, അതായത് എന്റെ യാത്ര ആരംഭിക്കുന്ന വർഷം. അത് ആ സമയം വലിയ ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ ഓരോ അനുഭവത്തിൽ പഠിച്ചടിച്ചു വരുമല്ല ഇന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയെന്നുള്ളത്. നമ്മളെ മനസ്സിൽ എപ്പോ രാജസ്ഥാനിൽ ചൂട് എന്നാണ്, ഒരിക്കലും അല്ല. രാജസ്ഥാനിൽ ഇപ്പൊ നമുക്ക് ഓവർ തണുപ്പാണ്. ഈ രാജസ്ഥാനിൽ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ചുറു എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഈ ചുറു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് റെക്കോർഡ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, 0. പിന്നെ രാജസ്ഥാനിൽ ഒറ്റ ഹിൽ സ്റ്റേഷനേ ഉള്ളൂ, അതിന്റെ പേര് മൗണ്ട് അബു എന്നാണ്. മൗണ്ട് അബുവില് 2-3 വർഷം മുമ്പ് സ്നോഫോൾ വന്നിട്ടുണ്ട്. നമുക്ക് അതായത് രാജസ്ഥാനിൽ ഏറ്റവും ചൂടുള്ള സ്റ്റേറ്റിൽ സ്നോഫോൾ കിട്ടിയിട്ടുണ്ട്. ഇവൻ നമ്മളെ മൂന്നാറിൽ അന്ന് -2 വന്നിട്ടില്ല, ഏതൊരു ഏരിയയില് കൊലുക്കുമലയോ അങ്ങനെ എവിടെയോ -2 വന്നിട്ടുണ്ട്, പക്ഷെ സ്നോഫോൾ ഇല്ല. അങ്ങനെ ചില ഏരിയയിലുണ്ടല്ലോ. ഇപ്പൊ ആന്ധ്രാപ്രദേശില് ലംബസിംഗി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ സ്നോഫോൾ വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഇന്നേ വരെ സ്നോഫോൾ വന്ന റെക്കോർഡ് വേറെ എവിടെയും ഇല്ല. ലംബസിംഗി ഇവിടെ ആന്ധ്രാപ്രദേശിലാണ്. അവിടെ വളരെ കുറച്ച് സമയത്തേക്ക് സ്നോഫോൾ വീണ് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ആകപ്പാട് വേറെന്തോന്ന് വിചാരിച്ച് പേടിക്കുകയും ചെയ്തു. ലംബസിംഗി ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിൽ സ്നോഫോൾ വന്നത്. പിന്നെ ഇവിടെ കൊൽക്കത്തന്റെ അങ്ങോട്ട് ഡാർജിലിംഗ് അറിയണ്ടാവല്ലോ സാറിന്? ഡാർജിലിംഗിൽ ചില സമയത്ത് സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. ഡാർജിലിംഗ്, കലിംപോങ്, അങ്ങനത്തെ നേപ്പാൾ ബോർഡർ ഏരിയ. ഡാർജിലിംഗ് എന്ന് പറയുമ്പോ പിന്നെ ഇതന്നെയല്ല, അവിടെ കുറെ മൊണാസ്ട്രീസ് ഇതൊക്കെ ഉണ്ട്. നല്ല ചായ കിട്ടുന്ന ഏരിയ ഡാർജിലിംഗ് ടീ.
ഇന്ത്യയിലെ ആദ്യത്തെ GI ടാഗ് ഇതാണ്, പ്രൊഡക്റ്റ് ആണ്. പിന്നെ രാജസ്ഥാന്റെയും GI ടാഗ്സ് ഉണ്ട് കേട്ടോ. ബിക്കാനീർ ഭുജിയ അറിയോ സാറിനെ? ഒരു മിച്ചർ പോലത്തെ ഒരു സാധനം അവിടുത്തെ ഭുജിയ. ബിക്കാനീർ ഭുജിയ ഇവിടെയും എൻ്റെ ഉണ്ട്. ബിക്കാനീർ ഭുജിയ അത് അവിടുത്തെ സ്നാക്കാണ്. അത് GI ടാഗ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. എന്തായാലും വളരെ ഒരു രസകരമായിട്ട് തോന്നി. കാരണം അസൂയ യാത്ര തോന്നുന്നു ജുനൈദ് സാർ. അല്ലെ? അല്ല, ഞാനതാ പറഞ്ഞത്, രാജസ്ഥാൻ എന്നുള്ള പ്രതീക്ഷ വന്നത്. ഇൻഷാ അല്ലാ. പിന്നെ അപ്പൊ ഡൽഹിയിലുള്ള ബൈസറെ ആ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ. ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. ഇന്ന് ഇപ്പൊ 6 പേര് ഉള്ളൂ എങ്കിലും ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ്. ഒറീസയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് പ്രോഗ്രാം ഇടുമ്പോൾ ഒറീസയിൽ കൂടെ കവർ ചെയ്യുക. ഞാൻ ഇപ്പോൾ Sure, sir. ഒറീസയിലുണ്ട്. ഒരു വർഷം കൂടെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എവിടെയാണ്? ഭുവനേശ്വറാ? അല്ല, ഭുവനേശ്വർ, വിശാഖപട്ടണത്ത് 220 കിലോമീറ്റർ നോർത്ത്, ഭുവനേശ്വറിന് 150 കിലോമീറ്റർ സൗത്ത്. ബെരംപൂർ എന്നാണ് കറക്റ്റ് സ്ഥലം. ഗഞ്ചാം, ബെരംപൂർ. ഗോപാൽപൂർ പോർട്ടിന്റെ അടുത്താണ്. എവിടാ? ഗോപാൽപൂർ പോർട്ട് ഉണ്ട് ഒരു. ഗോപാൽപൂർ. ഏതാ ഡിസ്ട്രിക്ട് ഇത്? ഗഞ്ചാം ഡിസ്ട്രിക്ട്. ഗഞ്ചാം. 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 പഴയ നരസിംഹറാവുവിന്റെ മണ്ഡലാണെന്നൊക്കെ പറയപ്പെടുന്നു. ഇത് നരസിംഹറാവു? നമ്മളൊക്കെ ആ. അല്ല, ഇത് വാസ്തവത്തിൽ പണ്ട് ആന്ധ്ര ആയിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു 40% ആന്ധ്രൈറ്റ്സും 60% ഒറീസക്കാരുമാണ്. ഭാഷ ഒറിയ തന്നെയാ? ഒഡിയ, ഹിന്ദി ചിലേക്ക. എനിക്ക് ഒഡിയ അറിയില്ല, ഞാൻ കേട്ടാ മനസ്സിലാവും. പറഞ്ഞു ശ്രമിച്ചിട്ടില്ല. 3.5 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ സാറിന്റെ ഏതെങ്കിലും യാത്രകൾ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ ട്രെയിനിലാണെങ്കിൽ ഒന്ന് അറിയിക്കുക. ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ തപ്തപാനി എന്ന് പറഞ്ഞിട്ട് ഹിൽ സ്റ്റേഷൻ, ഈ ഗഞ്ചാമിന്റെ അടുത്ത് തന്നെ. തപ്തപാനി ചൂടുവെള്ളം, ഒരു അമ്പലത്തിന്റെ അടുത്ത് ഹിൽ സ്റ്റേഷനിൽ താഴെ നിന്ന് ചൂടുവെള്ളം ഒരു 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ താഴെ അഗ്നിമർവ്വതം ഉണ്ടെന്നൊക്കെ പറയുന്നു, വോൾക്കാനം ഉണ്ടെന്ന് പറയുന്നു. ഒരുപാട് മറ്റേ ബുദ്ധിസ്റ്റ് ഇതുണ്ട്, മൊണാസ്ട്രി ഉണ്ട്. അപ്പൊ ഞങ്ങള് ഒഡീഷയില് അവിടെ ഇപ്പോഴും മതക്കാരുണ്ടോ? ബുദ്ധമതക്കാരുണ്ടോ അവിടെ? പിന്നെ ബുദ്ധമതക്കാരാണെന്ന് അറിയില്ല. ബുദ്ധ വേഷം ധരിച്ച ആൾക്കാരുണ്ട്. ഞങ്ങള് ഒരു ചോപ്പ് ഇതായിരിക്കും അല്ലേ? അതെ, കറക്റ്റ്. അത് എക്സാക്ട്ലി അങ്ങനത്തെ കുറെ കുട്ടികളെ കാണാം മൊട്ടയടിച്ച്. അപ്പൊ ഞങ്ങൾ 3.5 കൊല്ലമായിട്ട് കുറച്ച് ബാച്ചിലേഴ്സ് മലയാളികളുണ്ട്. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഇവിടെ ഇല്ല, ഒറ്റയ്ക്കാ. അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ യാത്ര നടത്തും. അപ്പൊ മറ്റേ ഇതുവഴി വരുമ്പോൾ ട്രെയിൻ വഴിയാണെങ്കിൽ ഒന്ന് അറിയിക്കുക. കാരണം ഫ്ലൈറ്റ് ആണെങ്കിൽ നേരെ ഭുവനേശ്വറിൽ ഇറങ്ങും, അല്ലെങ്കിൽ വിശാഖപട്ടണത്ത് ഇറങ്ങും. നിയറസ്റ്റ് റെയിൽവേ ഹെഡ് ഏതാണ്? ബെരംപൂർ എന്ന് പറയും. ബ്രഹ്മപൂർ എന്നാണ് ശരിക്കും റെയിൽവേ. ബ്രഹ്മപൂർ. ബെരംപൂർ എന്നാണ് ഇവിടുത്തെ ഭാഷ, പക്ഷെ റെയിൽവേ ഭാഷയിൽ ബ്രഹ്മപൂർ. BAM റെയിൽവേ ഭാഷ. റെയിൽവേ കോഡ് BAM സ്റ്റേഷൻ കോഡ്. നമ്പർ ഞാൻ ജുനൈദ് സാറിന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ സംസാരിക്കാം സാർ. എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം യാത്രകൾ ഇഷ്ടപ്പെടുന്നു, പക്ഷെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എങ്കിലും കിട്ടുന്ന അവസ്ഥയിലൊക്കെ പോകും. ഇപ്പൊ തന്നെ ഞങ്ങള് ജനുവരി 15 ഇവിടെ മകരസംക്രാന്തി അവധിയാണ്, തിങ്കളാഴ്ച ആയതുകൊണ്ട്. 2024 ഹോളിഡേ ലിസ്റ്റ് കിട്ടിയപ്പോൾ ആദ്യം നോക്കിയത് ശനിയാഴ്ചയും തിങ്കളാഴ്ച അവധി ഉണ്ടെന്നാണ്. ഉണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രി നമ്മുടെ 4 മലയാളികളുണ്ട് ഇവിടെ. ഞങ്ങളൊരു വണ്ടി എടുത്ത് ഒരുപാട് ഇവിടെ ദാരിംഗ്ബാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സാർ. എവിടെ? ദാരിംഗ്ബാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദാരിംഗ്ബാടി ഇവിടുത്തെ ഒരു 100 കിലോമീറ്ററാണ്. അത് കാശ്മീർ ഓഫ് ഒറീസ എന്നറിയപ്പെടും. കാശ്മീർ ഓഫ് ഒറീസ അല്ലേ? എനിക്ക് പുതിയ അറിവാണ് കേട്ടോ. താങ്ക് യു സാർ. അത് നമ്മൾ സംസാരിക്കാം സാറേ. ഒറീസ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻ്റെതായ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. കേരളം × 4 ഒറീസ. കേരളത്തിന്റെ വിസ്തീർണം × 4 ഒറീസയുടെ വിസ്തീർണം. അത് നമുക്ക് സംസാരിക്കാം സാർ. നമുക്ക് ബാക്കിയുള്ളവർക്ക് ബോറടിക്കണ്ട. എന്തായാലും താങ്ക് യു ബൈജു സാർ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഒരിക്കലല്ല സാറേ, ഇൻട്രസ്റ്റിംഗ് ആണ് സാർ. ഇൻട്രസ്റ്റിംഗ് ആണ് പറയുന്നത്. രാത്രി മാത്രമല്ല, ഞങ്ങളിങ്ങനെ മറ്റേ യാത്ര ഭ്രാന്ത് പിടിച്ചിട്ട് മറ്റേ ഒരു ദിവസം ഞങ്ങൾ ഭുവനേശ്വറിൽ ഞങ്ങളൊരു മറ്റേ ഒറീസയിലുള്ള ഒരാളുടെ ബ്രാഹ്മണന്റെ മറ്റേ മകന്റെ പൂണൂൽ കല്യാണം ഉണ്ടായിരുന്നു.
ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ടും ഓ. മറ്റേ പുരി ജഗന്നാഥ ക്ഷേത്ര ഉത്സവം ആയതുകൊണ്ടും ഞങ്ങൾ അങ്ങോട്ടൊന്ന് യാത്ര ചെയ്തു ബൈ റോഡ് 150 കിലോമീറ്റർ. അവിടെ എത്തിയപ്പോൾ ഊണ് കല്യാണം കഴിഞ്ഞു, ഉച്ചയായി. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു പുരിയിലൊന്ന് പോയാലോ എന്ന് വെച്ചു. അവിടുന്ന് 25 കിലോമീറ്റർ ഉള്ളൂ. വണ്ടി അവിടെ വിട്ടു. അതായത് കൊറോണ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തുടങ്ങാണ്. തൃശ്ശൂർ പൂരത്തിന്റെ 2 ഇരട്ടി ജനാവലി ഓ. എന്നാണ് ഇവിടെ പറയുന്നത്. ആ. പക്ഷേ അതിഗംഭീരമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഗവൺമെന്റിന്റെ ആ ഒരു കൊറോണ കഴിഞ്ഞിട്ടുള്ളതാണ്. 10 ലക്ഷം പേരുടെ മേലെ പ്രതീക്ഷ വരും. അത്രയും ഉണ്ടായിരുന്നു, അതിലും കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. അവിടെ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ഓട്ടോക്കാര് 20 റുപ്പീസ്, അതായത് അവിടുത്തെ മിനിമം ചാർജ് എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടായി. ഞങ്ങൾ ചെന്നപ്പോൾ രഥം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലൊരു എല്ലാവരും ഉണ്ട്. ഒരു ക്രിസ്ത്യൻ രഥം വലിക്കലുണ്ടോ? അത് രഥത്തിന് നമ്മള് നമ്മളെ കൈ പിടിച്ചു, നമ്മളെല്ലാം വലിക്കുന്നത്. രഥോത്സവം പോലെ ആയിരിക്കൂലേ? അതിന്റെ ഒരു 100 ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഹയർ വേർഷൻ അല്ലേ? വലിയ രഥം. അത് ഭയങ്കരതാണ്. ഇവിടുത്തെ ആൾക്കാര് 10 ലക്ഷത്തിന് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ തിരക്ക് നമ്മൾ അറിയില്ല. എവറി 2 മിനിറ്റ്സ് ഓരോ ആംബുലൻസ് ഇങ്ങനെ പോകുന്ന കാണാം. ആംബുലൻസിനൊക്കെ ഭയങ്കര അറേഞ്ച്മെന്റ്. സോഷ്യൽ അതിന്റെ ഇടയ്ക്ക് മറ്റേ ഫയർ എഞ്ചിന്റെ ഇതിൽ മറ്റേ ഡസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അതിന് രഥത്തിന് മുമ്പിൽ നിന്നു, രഥം വലിച്ചു. അതിനുശേഷം പിറകിൽ നിന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിലൊരു ക്രിസ്ത്യൻ ഒരു സുഹൃത്തുണ്ട്. പുള്ളി ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൂജാരി ഇത് ഇടുന്നു. പുള്ളി ഹൈറ്റ് കൂടുതലായിട്ട് പുള്ളിക്ക് അത് കിട്ടി. ഒരു പൂവുണ്ട്, മറ്റേ ഭക്ഷണമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ഒരു തോന്നല്, ഞാൻ നാട്ടിലേക്ക് പോയി 10 ഡേയ്സ്. ഇതുവരെ ഞാൻ ഇത് വേറെ ഒന്നും പറയില്ല, യാദൃശ്ചികമായിരിക്കാം. അദ്ദേഹം ഇപ്പം ആലുവയിലുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ. എന്നെക്കാളും ശേഷം വന്ന ആളാണ്. പക്ഷെ പുള്ളി കെമിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ഒരു വേക്കൻസി വന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു ജനാവലിയുടെ ഒരു അച്ചടക്കം. അതിന് ശേഷം 2 തവണ ഞാൻ പുരി പോയിരുന്നു. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ പറയുന്നു, ഒറീസക്കാർ പറയുന്നു, ഞങ്ങൾ 17 കൊല്ലമായിട്ട് ഒറീസ മറ്റേ പുരി മറ്റേ രഥോത്സവത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റിയില്ല. യു പീപ്പിൾ ആർ ലക്കി. നമ്മൾ യാദൃശ്ചികമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ശരിയാ. പക്ഷെ സാറേ പോലുള്ള ആൾക്കാർക്ക് ഇത് ജനസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം ജയ്സാൽമീർക്ക് എനിക്ക് പോകാൻ പറ്റും. ഉദയപൂർ പോയി, മറ്റേ ഹവാമഹൽ കണ്ടു. എന്റെ ബ്രദർ അവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പോയാല്? എനിക്ക് ഈയിടയ്ക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ മറ്റേ പാട്രിയോട്ടിക്കിൽ പറയാണ്, കഴിഞ്ഞ ആഗസ്റ്റ് 14-ാം തീയതി ഞങ്ങൾ വാഗ അട്ടാരി ബോർഡറിൽ പോയി. വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയ കാര്യം. ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഡൽഹി പോയി, ഡൽഹി അമൃത്സർ അവിടെ ചെന്ന് ആ ഒരു ഇതുണ്ടല്ലോ അവരുടെ മീറ്റിംഗ് ദ റിട്രീറ്റ് പരേഡ് അത് ഗംഭീരം. 2 പേരുടെയും ഒരുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ, എൻഡിങ് ആണ് എത്ര ഗംഭീരം. അത് ഇപ്പൊ കുറച്ചുകൂടെ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഇമോഷണൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു. ഞാൻ സാറിനെ വിളിക്കാം, ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. കാരണം നമ്മള് നമ്പറും തന്നെ. അസിഫ് സാർ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ജുനൈദ് സാറുമായിട്ട്? സാറ് എനിക്കൊന്ന് അസിഫ് സാർ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സൗണ്ട് ചെറിയൊരു പ്രോബ്ലം, സൗണ്ട് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ. കേൾക്കാമോ? അല്ല സാറ് ഈ രാജസ്ഥാനിൽ പോയി എന്നതിനെ പറ്റി പറഞ്ഞപ്പോ എങ്ങനെയാണ് സാറ് ഈ യാത്രയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വലിയ താല്പര്യത്തോടെയാണ് ഞാൻ സത്യത്തിൽ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറിയത് തന്നെ. ഞാനൊരു കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ട് ലണ്ടനിലാണ്. അപ്പൊ ലണ്ടനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് മറ്റുള്ളവരോട് പറഞ്ഞെങ്കിൽ എങ്ങനെ അവതരിപ്പിക്കുക അതൊക്കെ അപ്പൊ ഒന്നും മനസ്സിലാക്കാമല്ലോ. സാറിന്റെ ഇന്ത്യയിലെ പോയ സ്ഥലങ്ങളെ പറ്റിയും അത് എങ്ങനെയാണ് സാർ അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കാമല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് സത്യത്തിൽ ഞാൻ കയറിയത്. പക്ഷെ
നേരത്തെ പറഞ്ഞോളൂ, ഞാൻ കോഴിക്കോടിനടുത്ത് താമസിക്കുന്ന ആളാണ്. സാറ് അവിടെ മുഴുവൻ കറങ്ങി ഡൽഹിയും താജ്മഹലും ഒക്കെ കറങ്ങി കോഴിക്കോട് വന്ന് കുറ്റിച്ചറ വന്ന് ബിരിയാണി കഴിക്കുന്നവരെ നമ്മൾ സാറിന്റെ ഒപ്പമുണ്ട്. യഥാർത്ഥത്തിൽ അത് വലിയൊരു അവതരിപ്പിക്കുന്ന രീതി വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം സാർ അവിടെ വന്നിട്ട് ആ ബീച്ചിൽ പോയി നിന്ന് പിന്നെ അവിടുന്ന് വെള്ളം കുടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര നമ്മൾ അതിനോടൊപ്പമുള്ള ഒരു സഹയാത്രികനായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ പോയി ബിരിയാണി കഴിച്ചതും ഉച്ച കഴിഞ്ഞ് പോയി കഴിച്ചതും വൈകുന്നേരം പോയിട്ട് കഴിച്ചതും ഉൾപ്പെടെ. ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ആ പ്രദേശങ്ങളെല്ലാം എനിക്ക് വളരെ സുപരിചിതമാണ്. അപ്പോ ഈ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ആള് എന്നുള്ള നിലയ്ക്ക് ആ രാജസ്ഥാനിനെ നമുക്ക് വളരെ വ്യക്തമായി പരിചയപ്പെടുത്തി. അപ്പൊ രാജസ്ഥാൻ ഇനി പോയി കാണണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം സാറിന്റെ ഇന്നത്തെ ഈ അവതരണത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. രാജസ്ഥാൻ വളരെ ഇതുപോലെ വലിയ നഗരമാണെന്നൊക്കെ നമ്മൾ കോമൺ ആയി കേട്ടിട്ടുള്ളതല്ലാതെ ആ സ്ഥലങ്ങളെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും അടുത്തൊരു യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഇനി എന്തായാലും രാജസ്ഥാൻ അതിനകത്ത് ഉൾപ്പെടുത്തി യാത്ര ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലും വിദേശത്തും ഒക്കെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങൾ ഇതുപോലെ സന്ദർശിക്കാനും അതെല്ലാം ജനങ്ങളിൽ എത്തിക്കാനും കഴിയുന്ന രീതിയിൽ ഒരു നല്ല യാത്രക്കാരനായിട്ട് സാറിന് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനെ ഒത്തിരി വലിയ സാറ് വളരെ വൈഡായിട്ട് യാത്ര ചെയ്യുകയും ഒത്തിരി സ്ഥലങ്ങളെ പറ്റി സാറിന് അറിയാം. പക്ഷെ അതൊന്നും അവതരിപ്പിക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാറിന് പറ്റത്തില്ല. പക്ഷെ ആ പോയ സ്ഥലങ്ങളെ പറ്റിയും അവിടുത്തെ ഫുഡിനെ പറ്റിയും അവിടുത്തെ ചരിത്രപരമായ പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ സാറിന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ഇത് മറ്റ് യൂട്യൂബിലൊക്കെ ഈ പോയ സ്ഥലങ്ങളെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാറ് വ്ളോഗ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതേപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. കൂടുതൽ ഇന്ത്യ മാത്രമല്ല കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് അവതരിപ്പിക്കാൻ സാധിച്ചാലും ഇതിൽ കേൾക്കാനും പങ്കെടുക്കാനും സാധിച്ചാലും ഇതിന്റെ സാരഥികളോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ജുനൈദ് സാർ ഇടക്കിടക്ക് വരുക നമ്മളുടെ അടുത്ത യാത്രകളൊക്കെ ചെയ്യുമ്പോൾ. കാരണം ഞാനും ഔസേഫ് സാറ് പറഞ്ഞ പോലെ തുടക്കം മുതൽ കോഴിക്കോട് വരെ സാറിന്റെ കൂടെ നമ്മളും ഫീൽ ചെയ്തൊരു അനുഭവം ഉണ്ടായി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഒരുപാട് നന്ദി. താങ്ക് യു സാർ. ഞാന് ഒരു സംഭവം കാണിച്ചുതരാം. ഞാൻ ഏതായാലും ഇത് രാജസ്ഥാനിലെ കളക്ഷൻസ് ആണ് കേട്ടോ. രാജസ്ഥാനിൽ പോയെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഡയറീസോ അങ്ങനെ മറക്കരുത് ഒരിക്കലും. ഇതാ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച കുറച്ച് സുവനീർ പ്രൊഡക്ട്സ് ആയിട്ട് കാണാൻ പറ്റും. ഹാൻഡിക്രാഫ്റ്റ്സ് ഇതാ. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു ഹോബി ഉണ്ട്, ഇങ്ങനത്തെ കളക്ട് ചെയ്യുന്നതാ പലതരത്തിലുള്ള ഡയറീസ്. പിന്നെ ഇതാ ഇങ്ങനത്തെ കുറെ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും രാജസ്ഥാനിൽ. ഇത് ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ട്രാവലിംഗിന്റെ ഇടയിൽ കോൺടെസ്റ്റുകൾ കുറെ മത്സരങ്ങൾ വെക്കലുണ്ട്. ഉത്തരം ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഉത്തരം ചെയ്താൽ ഇത് സമ്മാനമായിട്ട് കൊടുക്കും ഇങ്ങനത്തെ ഡയറീസ്. സോ അവർക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത് ഇവിടെ കിട്ടുകയും ചെയ്യില്ല. പിന്നെ ബാക്കിയെല്ലാം ഞാൻ എന്റെ പേഴ്സണൽ കളക്ഷൻസ് ആയിട്ട് വെക്കും. നമുക്ക് എപ്പോ ഓർമ്മിക്കാം, ഇങ്ങനത്തെ യാത്രകൾ ഓർമ്മിക്കാം. നമുക്ക് എപ്പോ മനസ്സിലുണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ. പിന്നെ ഇതാ ഒരു സാറേ അതിലപ്പുറത്തെ ഒരു കാര്യമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ വി ആർ സപ്പോർട്ടിങ് ദാറ്റ് കമ്മ്യൂണിറ്റി. ഇപ്പൊ ടൂറിസത്തിൽ നമ്മൾ അശോക ഹോട്ടലോ അല്ലെങ്കിൽ താജ് ഹോട്ടലോ താമസിച്ചിട്ട് വലിയ വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് പകരം അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മോളോ അല്ലെങ്കിൽ പോകുന്നതിന് പകരം ഇതുപോലത്തെ സ്ട്രീറ്റ് ആൾക്കാരുടെ അടുത്ത് ഒരു 100 രൂപയ്ക്കെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ വി ആർ സപ്പോർട്ടിങ് ദെയർ കമ്മ്യൂണിറ്റി. ആ ഒരു ആംഗിളിൽ വളരെ ഗ്രേറ്റ് തിങ് ആണ്. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ഇതിനെ വാങ്ങുന്നു, നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുന്നു, അങ്ങനെ ചിന്തിക്കരുത്. അവിടെ സ്ട്രീറ്റിൽ വെക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു സാധനം പറ്റുന്ന രീതിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ വി ആർ സപ്പോർട്ടിങ് ദം. അവർക്കത് ഹാപ്പി ആയിരിക്കും. പിന്നെ അവരെ ഉപജീവനം അതല്ലേ ഉള്ളൂ. അല്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ. അവര് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കോവിഡ് സമയത്ത് അവര്. അതെ അതെ അതെ. ആര് വരാതിരിക്കുമ്പോ എന്ത് ചെയ്യും? അതന്നെയാണ്. പിന്നെ സാർ ഇതാണ് ക്യാമലിന്റെ ലെതർ ആണ് കേട്ടോ സാർ. ഇത് ക്യാമൽ ലെതറിൽ നിർമ്മിച്ച ഷൂ ആയത്. ഇത് ജയ്പൂരിന് ഫേമസ് ആയത്. ജയ്പൂരിനെ ലെതർ സിറ്റി എന്നും കൂടി വിളിക്കും. കാരണം അവിടെ ക്യാമൽ ലെതർ ഭയങ്കര ഫേമസ് ആണ്, ഒട്ടകത്തിന്റെ ഇത്. പിന്നെ ഇത് ഹൈദരാബാദിന്റെ ഇതാണ് കേട്ടോ, ഡിസൈൻസ് ആണ് ഈ സംഭവം. ഹൈദരാബാദിനെ ലാൻഡ് ഓഫ് പേൾസ് ഇതൊന്നും പറയില്ല, ഹൈദരാബാദിന്റെ ഷൂ ആണ്. കോസ്റ്റ്ലി ആണോ? ക്യാമൽ ലെതർ ഒരു 800 to 1500 ഒറിജിനൽ സാധനം. 1500 ക്യാമൽ ലെതർ കിട്ടും. ഹൈദരാബാദി
ഹൈദരാബാദ് അത്രേ ഉള്ളൂ, 300 രൂപ അത്രേ ഉള്ളൂ ആശു. പിന്നെ അവിടെ പാലിന്റെ ഐസ്ക്രീം കിട്ടും, അതിനാ പറയാൻ വന്നത്. ഒട്ടകത്തിന്റെ ഒട്ടകപ്പാല് ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. നല്ല എക്സ്പീരിയൻസ് ആണ് ജുനൈദ് സാർ. പിന്നെ ജുനൈദ് സാർ ക്വിസ് മാസ്റ്ററും കൂടിയാണ്. അതാണ് അതാണ് ഈ ഇത്രയും സമ്മാനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നത്. സമ്മാനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത്. അങ്ങനെ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കോളേജിലെ കുട്ടികളുമായിട്ട് ക്യാമ്പിന് പോകുന്ന ആളല്ലേ അല്ലേ? ഫറൂഖ് കോളേജിലെ കുട്ടികളെ കൊണ്ട് പോയിന്ന് സാറ് പറഞ്ഞല്ലോ. ഇല്ല, ഈ സമ്മാനം കൊടുക്കുന്നതിനകത്ത് അതിന് വാല്യൂ അല്ല, നമ്മുടെ ഒരു കോസ്റ്റ് അല്ല, നമ്മുടെ ആ വാല്യൂ ആണ്. ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഒരു ഉത്തരം പറയുമ്പോൾ അവർക്ക് ഒരു പേന കൊടുത്താൽ പോലും അവര് ഹാപ്പി, ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ. ഗ്രേറ്റ്. നമുക്ക് ബൈസറെ നമുക്ക് 6:30 ഒരു സെഷനിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തെ. ഞാനിപ്പോ ആലോചിച്ചേ ഉള്ളൂ, അതാകുമ്പോ കുറെ ആളുകൾ റീച്ച് ആകും. അതെ, ജുനൈദ് സാർ ശരിക്കും ഓൺലൈനില് ഓഫ്ലൈനിൽ നല്ല ട്രെയിനറാണ് സാർ. കുറെ പേർക്കൂടെ യാത്ര ചെയ്യണമെന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവും അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അല്ലേ സാറേ, സാറേ 6:30 ഈയിടയ്ക്ക് എല്ലാവരും ഓക്കെ നമുക്ക് ഗ്യാദർ ചെയ്യാം, പരിപാടി ആക്കാൻ നോക്കും. ഓഫ്ലൈൻ്റെ കാര്യം എന്നോട് പറയില്ല, ഞാൻ ഒറീസയിലാണ്. ഈ മറ്റന്നാളത്തെ നമ്മുടെ കോമ്പറ്റീഷൻ വരെ നഷ്ടപ്പെട്ടിരിക്കുക. തൃശ്ശൂരിൽ ഒരു ട്രെയിനേഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത്. അപ്പൊ ഞാനെപ്പോഴും സുധാസനോട് പറയും, ഓഫ്ലൈൻ്റെ കാര്യം എന്നോട് മാത്രം പറയല്ലേ, ഓൺലൈനാണ് ഞാൻ റെഡി. കാരണം ഒറീസയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാൻ ഇനി ഫെബ്രുവരി 4 വരും. പക്ഷെ എന്റെ ഏട്ടന്റെ മോളുടെ കല്യാണം, അതുകൊണ്ട് ഒരാഴ്ച, ഒരു 10 ദിവസം ഉണ്ടാവും. ഞങ്ങള് ശരിക്കും വാസ്തവത്തില് പട്ടാമ്പി ആണെങ്കിലും വൈഫും ഞാനും എന്റെ ജോലി കൊല്ലത്തായിരുന്നു. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി വന്നതാണ്. അപ്പൊ കൊല്ലത്ത് വന്നു, തൃശ്ശൂർ വന്നു, ആ സമയത്തുണ്ട്. ബാക്കി രണ്ടുപേരും പറഞ്ഞില്ല. സീമ മാഡം, ജയന്തി മാം മറക്കോന്ന് ഇപ്പാണ് കേറിയെന്ന് തോന്നുന്നു. ശിവ മാം, പിന്നെ ഷീല മാം പോയി തോന്നുന്നു. ഷീല മാം ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു. ശിവ മാം എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ജയന്തി മാം ഇപ്പൊ അവരെന്താ, ശിവ മാം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ യാത്രകൾ ചെയ്യുന്നതും പറയുന്നതെല്ലാം കൂടുതൽ ഇഷ്ടമുള്ള, നല്ല ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് പങ്കെടുത്തു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ ചിന്തിക്കുന്നത്, നമ്മളിപ്പോ ഇതിൽ ഇപ്പൊ ഉള്ളവരെങ്കിലും ഒന്ന് കൂടി എല്ലാരും ഒന്ന് കാണണമായിരുന്നു, എല്ലാരും കൂടി ഒരു യാത്ര പോകണമായിരുന്നു എന്നല്ല ഞാൻ ആലോചിക്കുന്നു. എല്ലാവരും ഒറീസയ്ക്ക് വരും, നമുക്ക് പുരിയും നിങ്ങൾ കോഴിക്കോടോ കണ്ണൂരോ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഇട്ടാലല്ലേ എല്ലാരും ഓരോ യാത്ര പോകാതവർക്ക് ഒരു ചാൻസ് ഉണ്ടാവട്ടെ, അങ്ങനെ ഓരോരോ പരിപാടി ഇടാനാണ്. തീർച്ചയായിട്ടും. ഇവര് നിങ്ങളെ ഇപ്പൊ എങ്ങനെയൊന്നും അങ്ങനെ പരിചയപ്പെട്ടില്ല, ഒരാളെ പേരും സ്ഥലവും ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല ഇപ്പൊ. സീമ മാം എങ്ങനെയാണ്? പിന്നെ ഞാൻ കണ്ണൂര് നാറാത്താണ്, പേര് ബൈജു എന്നാണ്. പിന്നെ ജുനൈദ് സാറ് ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്താം സാറിന്റെ എന്റെ പേര് ജുനൈദ്, ഞാന് കണ്ണൂര് മാട്ടൂലാണ് സ്ഥലം. ഓ, കണ്ണൂര് മാട്ടൂലാണല്ലേ? മാം എവിടെയാ സ്ഥലം? ഞാൻ കണ്ണൂര് ഏച്ചൂര്. ഏച്ചൂരാണല്ലേ? ഓക്കെ. മട്ടന്നൂർ റോഡ്. മട്ടന്നൂർ റോഡ് അല്ലേ? ഞാൻ ഇവിടെ ആറളം വന്നിട്ടുണ്ട് കുറച്ചു മാസം മുമ്പ് ക്യാമ്പിന്. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവിടെ നെഹ്റു യുവന്ത്രന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് അവിടുന്ന് അടുത്തല്ലേ? ഏച്ചൂരിന്ന് അടുത്തല്ലേ? അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. മാട്ടൂല് എന്തോ ഒരു പിന്നെ ഇതുണ്ട്, എന്തോ ഒരു വൈഫും ഫാമിലിയൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എനിക്ക് വരാൻ പറ്റൂല. വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. പിന്നെ മാട്ടൂല് നമ്മളില്ലേ ഈ അഴീക്കൽ ഫെറിന്ന് മാട്ടൂലേക്ക് ബോട്ടിൽ വരുന്നില്ലേ, അതിന്റെ പരിസരം എവിടെയെങ്കിലും ആണോ? അത് ഇല്ലേ വേറെ റൂട്ടാ? അതന്നെ അഴീക്കൽ ഫെറിന്ന് കയറി നേരെ മാട്ടൂലേക്ക്. അതിന്റെ അടുത്ത് തന്നെ എന്റെ വീട്, മാട്ടൂൽ സൗത്ത്.
നമ്മൾ ഈ യാത്രാ ഭ്രാന്ത് കൊണ്ട് ഞാൻ അമ്മേനെയും കൂട്ടി അതുവഴിയെല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. എടി പോവാനൊന്നും അല്ലാതെ അപ്പൊ അഴീക്കൽ മാട്ടൂല് ഫെറി വന്നിട്ടുണ്ട്. വന്ന് അവിടുന്ന് ബോട്ടിലപ്പുറം വന്ന് തിരിച്ചിങ്ങോട്ടും വന്ന് ഓ, അങ്ങനെ അങ്ങനെ. അത്രയും നമുക്കാവുന്നുള്ളൂ. നമുക്കാവുന്ന യാത്രകൾ അങ്ങനെയെല്ലാം ചെയ്യും. സീമ മാഡം കണ്ണൂർ പോസിറ്റീവ് വോയിസ് ആണോ ലിങ്ക് കിട്ടിയത് മാഡത്തിന്? ആ ആ ആ കണ്ണൂർ പോസിറ്റീവ് വോയിസ് ആണ് അല്ലെ കിട്ടിയത്? ആ കണ്ണൂര് പോസിറ്റീവ് വോയിസിൽ ഞാൻ മിക്കവാറും 1-2 യാത്രകളെല്ലാം പോയിട്ടുണ്ട്. ഒരിക്കൽ ചാലക്കുടി ആ സി പി സാറിന്റെ ആ അങ്ങനെ പോയി. ഓക്കെ ഓക്കെ. വയനാട്ടിലേക്ക് ഈയിടെ ഒരു യാത്ര പോയിരുന്നല്ലോ, ഇല്ല കഴിഞ്ഞ മാസത്തില്? അത് അറിയില്ല സാർ. അറിയെങ്കിൽ മറ്റേ ഒരു ഗ്രൂപ്പ് പോയത് അത് പോസിറ്റീവ് കമ്മ്യൂണിന്റെ അതായത് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഇതിൽ പോയിരുന്നു. സ്കേറ്റിന്റെ സുധാ സാറിന്റെ നേതൃത്വത്തിൽ. അതെ അതെ. പോസിറ്റീവ് കമ്മ്യൂണിറ്റി അവര് തന്നെ കണ്ണൂർ പോസിറ്റീവ് വോയിസ് എന്നും അത് സി പി സാർ അത് സി പി സാർ. ഒരു ജില്ലാ ഗ്രൂപ്പായിട്ടെല്ലാം കുറെ ഗ്രൂപ്പ് ഉണ്ട്. അത് അല്ല പോസിറ്റീവ് അത് മറ്റേത് മാഡം പറയുന്നത് കണ്ണൂർ പോസിറ്റീവ് വോയിസ് നമ്മളെ സി പി സാറിന്റെ ഗ്രൂപ്പാണ്. അത് ഇത് പോസിറ്റീവ് സാറും ഹാരിസ് സാറിന്റെ കൂടെ ഒരു തൃശ്ശൂർ ഒരു സ്റ്റേറ്റ് മീറ്റിംഗ് വെച്ചിന്, അതിനെല്ലാം പോയിന്. അതിരപ്പള്ളി ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടല്ലോ, പബ്ലിക് സ്പീക്കിംഗ്. അത് ഞായറാഴ്ച എല്ലാ രണ്ടാമത്തെ 4-ാമത്തെ ഞായറാഴ്ച അതെ ബസ് സ്റ്റാൻഡില്. അതെ ബസ് സ്റ്റാൻഡില് വൃന്ദാവൻ ഹോട്ടൽ ഉണ്ടല്ലോ, ജുനൈദ് സാർ. നിങ്ങൾ പങ്കെടുക്കലുണ്ടാ? ഞാൻ അടുത്ത ആഴ്ച കൂടുതൽ വരുന്നുണ്ട്. നിങ്ങളെ വീട് എവിടെയാണോ? എന്റെ നാറാത്ത് എന്ന് പറയുന്നത് കണ്ണാടിപ്പറമ്പ്, ചേലേരി, കണ്ണാടിപ്പറമ്പ് സി പി കാണാം. നമ്മൾ ഏതായാലും കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കണ്ണൂർ പോസിറ്റീവ് വോയിസിന്റെ വരാറുണ്ട്. നമുക്കൊരു യാത്രയും സംഘടിപ്പിക്കണം. ഞാന് ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കും. പരപ്പനങ്ങാടി കേട്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥലം? വരാറുള്ളതാണ്. അപ്പൊ ഞാൻ മറ്റേ നമ്മുടെ ഇവര് പറയുന്ന പോലെ പരപ്പനങ്ങാടി ഫേമസ് ആയിരിക്കുന്നതിന്റെ ഒരു കാരണം മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ആദ്യത്തെ എഴുതിയിട്ടുള്ള പരപ്പനങ്ങാടി. ചന്ദ്രമേനോൻ ഇന്ദുലേഖ എഴുതിയത് പരപ്പനങ്ങാടി. ഇന്ദുലേഖയുടെ കർത്താവ് താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. പരപ്പനങ്ങാടി ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് ഒരു സ്ഥലം. അപ്പൊ ഞാൻ താമസിക്കുന്നത് ഏതാണ്ട് 35 വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ജോലി ആവശ്യാർത്ഥം ഇവിടെ വന്ന് താമസിച്ചാണ്. ഞാൻ കൺസ്യൂമർ ഫെഡിലെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. സാബു സാറിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലേ? എന്താ സാറേ? സാബു സാറിന്റെ മാറ്റിനി സാറിനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിന്റെ പ്രോഗ്രാമുകളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു കുറച്ചായിട്ട് 5-6 മാസമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. എനിക്ക് വല്ലപ്പോഴും ഒക്കെ കയറാറുണ്ട്. ഇന്ദുലേഖയെ പറ്റി പറഞ്ഞപ്പോ ഈ ഒറീസയിലുള്ള സാറുണ്ടല്ലോ നമ്മളെ കൂടെ, ആ സാറിന്റെ അടുത്ത് പോകാൻ കുറെ ദിവസം എടുക്കുക പോയി വരാനല്ലോ. ഒന്നങ്ങനെ പോകാൻ ഒരു പരിപാടി. ഞാൻ പറയാം മാഡം, ഞാൻ ഒന്ന് പറയാം. നിങ്ങള് മറ്റേ ട്രെയിനിലാണ് വരുന്നെങ്കിൽ 36 മണിക്കൂർ, കൊല്ലത്ത് 36 മണിക്കൂർ, കോഴിക്കോട് നിന്ന് കണ്ണൂരിന് ഏതാണ്ട് സമയമായിരിക്കും. 1.5 ദിവസം കൂട്ടിയാൽ മതി അല്ലേ? 1.5 ദിവസം ട്രാവൽ ഉണ്ട്. അത് കണ്ണൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെന്നൈയിൽ വന്നിട്ട് സാന്ത്രഗച്ചി എക്സ്പ്രസ് ഉണ്ട് കൊൽക്കത്ത. അതെനിക്ക് ഒന്ന് ഇത് ടച്ച് ആകുന്നുണ്ട് തോന്നുന്നു. ഭുവനേശ്വറിന്റെ ടച്ച് ആകുന്നുണ്ട് തോന്നുന്നു. മംഗലാപുരം സാന്ത്രഗച്ചി. ഭുവനേശ്വരത്തല്ല, വിശാഖപട്ടണം കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ബിലാസ്പൂർ വണ്ടി അതില് ടച്ച് ആവുന്നല്ല. ബിലാസ്പൂർ വരുന്നില്ല. ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ വിജയവാഡയും കഴിഞ്ഞിട്ട് വിശാഖപട്ടണം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിശാഖപട്ടണം കഴിഞ്ഞിട്ട് എത്തണം അല്ലേ? നോർത്ത് ഈസ്റ്റ്, കൽക്കട്ട, മറ്റേ ന്യൂ ബൊഗെ ഗോവൻ, ആസാമൊക്കെ ഉണ്ടല്ലോ. ട്രെയിനിലാണ് വരുന്നെങ്കിൽ മനസ്സിലൊരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിരിക്കുന്നല്ലേ പറയുന്നല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയല്ലേ പറയുന്നേ? നമ്മള് ആത്മാർത്ഥമായി ഗൂഢാലോചന ചെയ്യുന്നതാണ്. പ്രകൃതി ഗൂഢാലോചന ചെയ്യുന്നതാണ് മലയാളം. ബൈജു സാറൊക്കെ അതിന്റെ ഉസ്താദാണ്. എന്റെ ഇങ്ങനെ ഇരിക്കുമ്പോ എത്ര മണിക്കൂറും പോയാലും മതിയാവൂല. നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ. കാരണം ആള് കുറവേ ഉള്ളൂ എങ്കിലും ഉള്ള ആൾക്കാരൊക്കെ ഗംഭീരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതാണ് അതിന്റെ ഒരു ഗുണം. ഇല്ല കാരണം നമ്മള് ത്രില്ലടിച്ചു ബൈജു സാറേ. അതെ. ഇപ്പം ഔസേഫ് സാർ പറഞ്ഞ പോലെ, മറ്റേ അതെ, അതെ. ശിവ മാഡം പറഞ്ഞ പോലെ തുടക്കം മുതല് ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഭാരത പര്യടനമായിരുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു ആളുടെ ഒപ്പം യാത്ര ചെയ്യായിരുന്നല്ലോ, നമ്മൾ ആളുടെ ഒപ്പം തന്നെ കൂടെ യാത്ര നമ്മൾ യാത്ര ചെയ്യാണ്. ചെയ്തു. ആ, യാത്ര അത് ചെയ്യാണ്. ഔസേഫ് സാർ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് അത്രയും പറയാൻ അത് പറ്റില്ല. നമ്മളില്ലേ കുറ്റിക്കാട്ടൂർ ബിരിയാണി കഴിച്ചിട്ട് കുറ്റിച്ചിറ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് അതെ, അതെ. ബിരിയാണി ചെമ്പ് പൊട്ടിച്ച ബിരിയാണി ആദ്യത്തെ ഭക്ഷണം, ആദ്യത്തെ പ്ലേറ്റ് മൂപ്പര കഴിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളതിന്റെ നമ്മളിത് പിന്നെ അടുത്തൊരു കുറച്ച് മുന്നേ പറഞ്ഞിട്ടില്ലേ അല്ലേ? പഴമൊഴിയായിട്ടിരിക്കുന്ന തോന്നൽ നമുക്ക് ഉണ്ടാവുക. അതെ. സാർ ഗ്രൂപ്പിൽ അറുണൈ ഇടുമ്പോൾ സൂപ്പർ വൈകി ഫാസ്റ്റ് പോയിട്ടാ. ഇവിടം വരെ എത്തും കേട്ടാ. ബ്രഹ്മപുരം എത്തുന്നുണ്ട്. അറുണൈ അരുണ എക്സ്പ്രസ് ആസാം വണ്ടി. എനിക്ക് തോന്നുന്നത് ഇവിടെ തോന്നുന്നു എന്റെ സിൽച്ചാർ സിൽച്ചാർ വണ്ടിയുണ്ട്. അതെ അതെ. ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഇത്ര പേരല്ലേ ഉള്ളൂ. നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കുക. കാരണം ഒറീസ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ 4 ഇരട്ടിയാണ്. രാജസ്ഥാനിൽ ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. കേരളവും ഒറീസയും കൂടി ഞാൻ കമ്പയർ ചെയ്തു. നമ്മുടെ ഭാഗത്ത് ഇത്രയും 44 നദികളുണ്ട്. ഇവിടെ വലിയ നദികളാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഋഷികുലിയ എന്ന് പറഞ്ഞ നദിയുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു, ഞാൻ ആറ്റോമിക് എനർജിയുടെ കീഴിലുള്ള പബ്ലിക് സെക്ടറിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ബൈജു സാറിന് അറിയും. ചീഫ് മാനേജർ പ്രൊജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 2020 വരെ കേരളം വിടാതെ പഠിച്ചതും ജനിച്ചതും വളർന്നും പഠിച്ചതും ജോലി ചെയ്തതും കേരളത്തിലായിരുന്നു. അങ്ങനെ 30 കൊല്ലം അവിടെ വർക്ക് ചെയ്ത ശേഷമാണ് എന്നെ ഒരു പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പലയിടത്തും ആൾക്കാരെ വിളിച്ച കൂട്ടത്തിൽ എന്നെയും ചെവിക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. 2020 മാർച്ച് 1 ഞാൻ ഇവിടെ എത്തി. 2020 മാർച്ച് അറിയാലോ, കൊറോണ തുടങ്ങിയ സമയം. അന്ന് മുതൽ ഒറ്റയ്ക്ക് ഇവിടെ. പക്ഷെ നമുക്ക് നല്ല ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒരു 2 BHK ക്വാർട്ടേഴ്സ് ഉണ്ട്. വൈഫിന് ജോലി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഒന്ന് താമസിക്കാമായിരുന്നു. പക്ഷെ അവർ ഗവൺമെന്റ് സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് മറ്റേ ബൈജു സാറിന് അറിയാം, കൊല്ലത്തുണ്ട് ഇപ്പോൾ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പട്ടാമ്പിക്കാരാണ്. അപ്പൊ കൊല്ലത്ത് വൈഫും പിള്ളേരും, എൻ്റെ വീട് പട്ടാമ്പിയും, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇവിടെ. പക്ഷേ ഭാഗ്യത്തിന് പോസിറ്റീവ് കമ്പൗണ്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഓൺലൈനിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ സന്തോഷ സഹചാരിയായിട്ട് ഞാനുണ്ട്. ഇന്ന് 1333ാമത്തെ കണ്ടിന്യൂസ് ആയ ട്രെയിനിങ് ആണ്. ഇന്ന് രാവിലെ 6:30. 1333 ഇന്ന് കഴിഞ്ഞു. അതിനകത്ത് ഈ 1333 അപ്പൊ ഒറ്റ ലീവ് എടുത്തിട്ടില്ല, എവിടെയും അല്ല, എന്റെ അല്ല പറഞ്ഞത്, മൊത്തത്തില് ക്ലാസ്സുകള് മൊത്തത്തില് പ്ലാറ്റ്ഫോമിന്റെ കാര്യം പറഞ്ഞു. എന്റെ കാര്യം. അതിനകത്ത് ഈ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു സുമിത്രമായിട്ടുണ്ട്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവര് യാത്രകളുടെ ഒരു രാജ്ഞിയാണ്. ആദ്യത്തെ ദിവസം ഹൗ ടു പ്ലാൻ എ ടൂർ എന്ന് പറഞ്ഞിട്ട് അവര്, ബൈജു സാറിന് അറിയാം, ആദ്യത്തെ പ്രോഗ്രാം അതായിരുന്നു. രണ്ടാമത് അവരുടെ യാത്ര അനുഭവങ്ങൾ, ഒരു 100ഓളം ഫോട്ടോസും. അവര് മറ്റേ AGS ഓഫീസർ റിട്ടയർഡ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ഒരു ലേഡിയാണ്. നല്ല ഇംഗ്ലീഷ്, നല്ല മലയാളം, നല്ല ഭാഷ, നല്ല അവര് ഫാമിലിയായിട്ട് യാത്ര ചെയ്തു. ആദ്യം സൂര്യോദയം, ഭൂമിയിലൊരു 3-4 സൂര്യോദയം. പിന്നെ ഗാർഡൻസ്, ഒരു 10-11 ഗാർഡൻ. ഞാനൊരു ലിങ്ക് അയച്ചു തരാം. ജുനൈദ് സാറിന്റെ നമ്പർ തന്നു. അത് യൂട്യൂബിൽ ഇപ്പോൾ ലൈവിൽ അവൈലബിൾ. യൂട്യൂബിൽ ലൈവ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പ്രോഗ്രാം ഒന്ന് കാണും. സാറേ, എന്റെ ഫോൺ ഇപ്പോ സ്വിച്ച് ഓഫ് ആവട്ടാ. 5% ഇതിലേക്ക് കളിക്കുന്നത്. ഞാൻ എന്തായാലും സാറിന്റെ നമ്പർ എല്ലാരും തരണേ സാറേ. ഞാനൊന്ന് ഇത് ചാർജ് ചെയ്തിട്ട് ഒന്ന് ലീവ് അടിക്കുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. ചാർജ് വളരെ കുറവാണ്. സാറിനെ ഞാൻ വിളിച്ചിരിക്കും. സാർ, താങ്ക് യു. സീമ മാഡം, ബൈജു സാറിന് ഏറ്റവും വലിയ താങ്ക്സ്. താങ്ക് യു സാർ. സീമ മാം, പിന്നെ നമ്മളെ നമ്പർ കോൺടാക്ട് വേണമെങ്കിൽ കണ്ണൂർ പോസിറ്റീവ് വോയിസിലോ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ലേ, അതെന്റെ നമ്പറാണ്. പിന്നെ അല്ലെങ്കിൽ CP സാറോട് എടുക്കാം. ഓക്കെ. ജയന്തി ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരാളും കൂടി ഇതിലുണ്ടല്ലേ. ജയന്തി ചേച്ചി അത് പ്രാക്ടീഷണറാണ് നമ്മളെ. അത് ഞാൻ GST പ്രാക്ടീഷണറാണ്. അപ്പൊ ജയന്തി ചേച്ചി എറണാകുളം പ്രാക്ടീഷണറാണ്. അപ്പൊ ഞാൻ അതിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കയറുന്നത്. ബൈജു സാറേ, ഈയിടയ്ക്ക് രാജീവ് മാഡം ഉണ്ടോ നമ്മുടെ സെക്രട്ടേറിയറ്റ്? രാജീവ് മാഡം. അതെ. അവര് ഭുവനേശ്വർ വന്നിരുന്നു. അവര് സ്പോർട്സിന്റെ ഡിപ്പാർട്ട്മെന്റിലായിപ്പോഴേ. അവര് ഇടയ്ക്ക്, ഞാൻ കൽക്കട്ടയിൽ ക്രിക്കറ്റ് കാണാൻ പോയി. ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു നമ്മളെ.
ചുമ്മാ ഞങ്ങള് വെറുതെ ശനി ഞായറൊക്കെ ഫ്രീ ആയിരിക്കുമ്പോഴേ ആ. ഈ പെട്ടെന്ന് തോന്നും. അങ്ങനെ കൽക്കട്ട പോയി ഇരിക്കുമ്പോഴാണ് രാജീവ് മാഡത്തിന്റെ ഫോൺ വരുന്നത്. അവര് ഹോക്കി ടീമിന്റെ മാനേജറായിട്ട് ലേഡീസ്. ആ. കാരണം ഒറീസ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സ്പോൺസറാണ്. ഓക്കെ. അപ്പൊ ഇവിടെയാണ് മറ്റേ ഇന്റർനാഷണൽ ഹോക്കി കഴിഞ്ഞ വർഷം നടന്നത്. അപ്പൊ അവിടെ വെച്ച് നാഷണൽ ഹോക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് അവരെ ചെന്ന് കാണാനോ അവരെ കൊണ്ട് വിളിക്കാനോ പറ്റിയില്ല. അവരുടെ ഒരു ലേഡി കോച്ചും ഉണ്ടായിരുന്നു, ലേഡീസ് ഉണ്ടായിരുന്നു, മറ്റേ ജെൻസിന്റെ ടീമും ഉണ്ടായിരുന്നു. അവർ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഞായറാഴ്ച പോലും എനിക്ക് പോകാൻ പറ്റിയില്ല.